എടാ അടുപ്പ് പുകയുന്ന കണ്ടില്ലേ? ഈ ടേബിളിൽ വെള്ളം വെക്കേ. ആ മോനെ സുഖമാണല്ലോ, കുറേ നാളായി കണ്ടിട്ട്. ഓർഡർ കൊടുത്തല്ലോ അല്ലേ? ആ ശരി. മുരുകാ സർ ബില്ല്. ചൽ ചൽ. ബില്ല് ബില്ല് ബില്ല്. मालूम है बाय मुंबई के बाय. നായർ ഒറ്റപ്പാലം. छोड़ दो यार, छोड़ दो. ചലോ. നേരട്ടാ ജോലി സമയത്ത് എന്താടാ? മക്കളെ 10 ലക്ഷമാണോ മക്കളെ? 10 ലക്ഷം. ചേട്ടാ മാർവാടിയുടെ അടുത്ത് സാധനം എടുക്കുമ്പോൾ പോലീസുകാർ ഞങ്ങളെ കണ്ടു. जस्ट escape. ശരിടാ, ഒരു കാര്യം ചെയ്. ഞാൻ പറയുന്നവരെ ഒളിച്ചിരുന്നാ മതി. പറയുന്നവരെ പുറത്ത് വരരുത്. ആ കൗണ്ടറിലുള്ള ജാറിങ് എടുത്തോണ്ട് വാ. കറുത്ത മുത്ത്. എടാ ചെറുക്ക, ഇഞ്ഞി വന്നേ. പറയാ അച്ഛനെ. എടാ നീ തിരുവനന്തപുരത്തോട്ട് പോണോന്ന് പറഞ്ഞില്ലേ? ഇന്ന് രാത്രി തന്നെ അങ്ങ് പൊയ്ക്കോ. എന്നാ ചെലവിന് വെച്ചോ. ഞാൻ നോക്ക്, അവിടെ ചെന്നിട്ട് ബർമാബായിയെ കണ്ട് ഈ ജാറ് അയാളുടെ കയ്യിൽ അങ്ങ് കൊടുത്തേക്കണം. എന്താന്ന് വെച്ചാ അയാളുടെ മോനെ ബോംബെന്ന് ഞാൻ ഈ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. അതാ നിങ്ങളാണ് എന്റെ ദൈവം. വേണ്ടടാ മോനെ. ഞാൻ നോക്ക്, ഈ ജാറ് നീ കൈ തന്നെ വെച്ചോണം. യാതൊരു കാരണവശാലും താഴെ വെക്കരുത്. സൂക്ഷിച്ചു പിടിച്ചോണം കേട്ടോ. കബഡിയാർ പോവോ? പോവാലോ. ഒന്ന് പെട്ടെന്ന് പോണേ. എടാ മണി, ലക്ഷ്മിക്ക് റൈറ്റ് സൈഡിൽ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ആ മറ്റവൻ ചെയ്ത പണിയാ. നീ ആ റബ്ബിംഗ് പോളിഷ് ഇട്ടൊന്ന് തേക്ക്. ആ ചെല്ല്. ആടാ ഈ ഷർട്ട് എടുത്ത് അകത്ത് വെക്കടാ. ഷക്കിരിയുടെ സിനിമ ഉണ്ടാ? വാടാ ചന്ദ്രു.
എന്തുവാടേ കരടി കക്കൂസി പോകുന്നില്ല ഡെറ് ഡെറ് എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു കാര്യമാണ് ചന്ദ്രു. അന്ന് ഷൂട്ടിംഗ് സമയത്ത് ആ ഹീറോയിൻ ചെയ്ത പണി ഉണ്ടല്ലോ, എന്റെ അമ്മോ, ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. എന്തുവാടാ നീ പറയുന്നത്? നമ്മുടെ ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യുവോ? കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ആണല്ലോ. എടാ ചന്ദ്രു, ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു മത്സരം തന്നെയാടാ. അത് നിനക്കറിയാവോ? ഞാൻ ഭാസ്കരൻ, എല്ലാവർക്കും എന്നെ നന്നായി മനസ്സിലായി കാണുമല്ലേ? അത് ശരി, എന്റെ ചെറുക്കൻ ഓട്ടോ ഓടിച്ചപ്പോ നീ മുട്ടാൻ ചെന്നെന്ന് കേട്ടല്ലോ. പിന്നെ അവൻ ഓടിച്ചത് ഓട്ടോ ആയിരുന്നോ? വെറുതെ ആട്ടി കാണിച്ചാ മതിയോ? ചേട്ടാ അവന്റെ അഹങ്കാരം കണ്ടല്ലോ ഭാസ്കര, എടാ ഭാസ്കര, എന്റെ ഷെഡി വന്ന് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചന്ദ്രു എന്റെ ചെക്കന്റെ ഓട്ടോയിൽ ഒന്ന് മുട്ടി ഒരു 2000 രൂപ ഇങ്ങ് വാങ്ങി തന്നേ. ആ ഓട്ടോയ്ക്ക് 1500 രൂപ പോലും കിട്ടി. എന്റെ ഓട്ടോയെ പറ്റി വല്ലതും പറഞ്ഞോ? വേണ്ട 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 ചന്ദ്രു, ഓട്ടോ റിപ്പയർ ആയി, 2000 രൂപ വാങ്ങി തന്നേരെ. അത് ഞാൻ റെഡിയാക്കിയ വണ്ടിയാ, ഇങ്ങ് വാങ്ങി തന്നേരെ. എന്തോന്ന് നീ റെഡിയാക്കിയെന്നാ? അതെന്താ പെട്രോളിലാണോ അതോ പച്ചവെള്ളത്തിലാണോ ഓടുന്നത്? ബറ് ബറന്ന്. ഡാ, എന്റെ തൊഴിലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ വെട്ടിക്കൊന്നുകളെ ഞാൻ. എന്തുവാടാ ഒരു പന്ന ഓട്ടോ വെച്ചിട്ട് സീൻ കാണിക്കുന്നത്? വേണ്ട ബാബു, നമ്മൾ രണ്ടുപേരും ഒരേ തട്ടകത്തിന്ന് തൊഴിൽ പഠിച്ചിട്ട് വന്നവരാ, എന്നോട് കളി വേണ്ട. അതൊക്കെ അപ്പോ ഇപ്പൊ സിറ്റി ചോദിച്ചു നോക്ക് ആരാണ് കേമനെന്ന്. ഡാ, പ്രശ്നം നിനക്കും എനിക്കുമല്ല, നിന്റെ ഈ ആളാണ്. എന്റെ ആളാണെന്ന് നീ പറഞ്ഞില്ലേ, അപ്പൊ പ്രശ്നം എന്റേത് തന്നെ. ഞാൻ കണ്ട സമയത്ത് ട്രൗസർ ഇട്ട് നടന്നാനാ. വെറുതെ പഴയ കഥയൊക്കെ പറഞ്ഞ് സമയം കളയാതെ സ്പീഡിൽ ഓടിക്കാൻ പഠിക്കണം. സ്പീഡിൽ ഓടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ഭാസ്കര. മര്യാദയ്ക്ക് ഓടിക്കുന്നതാ തൊഴിൽ ധർമ്മം. എന്തോന്ന് തൊഴിലാടാ? നീ എന്താ എന്നെക്കാളും വലിയ മെക്കാനിക്കാണോടാ? അങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കടാ. ആ, കാണിക്കേ. റേസ് വെച്ചാലോ? അടുത്ത ഞായറാഴ്ച ഉണ്ടല്ലോ, നീയാണോ ഞാനാണോ നമുക്ക് നോക്കടാ. അവിടെ ഓക്കെ ആണല്ലോ? ബാബുണ്ണ, ഇവിടെ എല്ലാം ഓക്കെയാ. ഏയ് ഓക്കെ, നമ്മുടെ ഓട്ടോയാണ് ജയിക്കാൻ പോകുന്നത്. നമ്മൾ വേണം ജയിക്കാൻ. പേടിക്കാതെ ഓടിക്കുക. റെഡി, 1 2 3 ഗോ. ചന്ദ്രു പോ, ചന്ദ്രു വേഗം വേഗം. നിർത്താതെ പോ. ഇവിടെ വേഗം പോ. വലിച്ചു വിടറ. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ലടേ. എന്താടാ നിർത്തിക്കളഞ്ഞത്?
ചന്ദ്രു ജയിച്ചേ, ചാലഞ്ച് വിട്ടവൻ തോറ്റേ. കൊള്ളാടാ. ജയിച്ചവൻ ഒരു ബിയർ പോലും തരാതെ കണ്ടോണ്ട് നിൽക്കാണോടാ. എന്താ ഉയർത്തിയതും ചേട്ടാ സൂപ്പറായിട്ട് ഓടിക്കുന്നു. ചേട്ടൻ പോലെ തന്നെ ഓടിക്കണം. നിന്റെ പ്രായത്തിൽ ഞാൻ ഫ്ലൈറ്റ് ഓടിക്കണമെന്ന് വിചാരിച്ചാ ഇപ്പൊ ഓട്ടോ ഓടിക്കുക. അതുകൊണ്ട് ഇപ്പൊ നീ ഓട്ടോ ഡ്രൈവർ ആണെന്ന് വിചാരിച്ചാൽ സ്ക്രൂ ഡ്രൈവർ പോലും ആവും. പോയി പഠിക്കാൻ നോക്കടാ. എടാ ബാബു കലക്കുവാണല്ലോ. എന്റെ വണ്ടി റിപ്പയർ ചെയ്ത് തരുമോ? ഷെഡിലേക്ക് എടുത്തോണ്ട് വാ, നമുക്ക് നോക്കാം. ആ ശരി. ബാബുട്ടാ, സുരേഷിന്റെ വർഷാപ്പിലാ വണ്ടി ഇട്ടെ, പക്ഷെ അവൻ മര്യാദയ്ക്ക് പണിഞ്ഞില്ല. ഒന്ന് ശരിയാക്കി തരണേണ്ണാ. 1000 രൂപ ലാഭിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങോട്ട് പോയത്? ഇപ്പൊ എന്തായി? കാശ് നോക്കരുത്, ഞങ്ങളുടെ ക്വാളിറ്റിയാ നീ നോക്കേണ്ടത്. ഇത് നിനക്കാ. എന്തുവാടേ? ഇന്ന് രാത്രി എൻജോയ്. പറ. ചേട്ടാ, പോലീസുകാർ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ ബർമാബായല്ലേ? ആശാൻ ഇത് തരാൻ പറഞ്ഞു. ആ തന്നേക്ക്. ശരി. നീ അതെടുത്തോ? എന്തോന്ന്? എടാ, തമാശ പറയുന്നത്, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത്, ഈ നുണ പറച്ചിലൊന്നും എന്നോട് വേണ്ട. വെട്ടിയരിഞ്ഞ ആറ്റിത്തള്ളും ഞാൻ. ഇനി പറ, കറുത്ത നിറമുള്ള ഉരുണ്ട 2 മുത്ത് അത് നീ എടുത്തോ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. വരുന്ന വഴി എവിടെയെങ്കിലും കളഞ്ഞോ? എന്ത്? ഓട്ടോയിൽ കളഞ്ഞു പോയെന്നോ? എടോ 10 ലക്ഷം രൂപയാ. ശരി, ഇപ്പൊ ആ ഓട്ടോ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തുവാടേ മിണ്ടാതിരിക്കുന്നേ? മാനസികമായിട്ട് നിനക്ക് വല്ല പ്രശ്നവും ഉണ്ടോ? ഇന്നലെ പെണ്ണ് കാണാൻ പോയതാ, പക്ഷേ സ്ത്രീധനം തരില്ലെന്ന് പറഞ്ഞു. നിനക്ക് പെണ്ണിനെ തരുന്ന തന്നെ വലിയ കാര്യ. ഇതിലും നിനക്ക് സ്ത്രീധനം വേണോ? സ്ത്രീധനം മേടിച്ചില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറയില്ലെന്നേ. ആ ആണാണെന്ന് ഇവൻ. ആ എടാ ചക്ക, ഈ ആണിനൊരു ക്വാർട്ടർ കൊടുത്തേ. ഒരു നത്താലും കൂടെ പറ. ആ ബാക്കി കാശിന് ഒരു നെത്തോലി ഫ്രൈയും ഒരു ബോട്ടിയും. സൂക്ഷിച്ചു വേണോടാ, കാശ് ഇങ്ങനെ കളയാതെ. നാളെ ഒരു അത്യാവശ്യം വന്ന കാശ് വേണ്ടതല്ലേ? ബാബു ഏട്ടാ, ഇന്ന് കാണുന്നവനെ നാളെ കാണാൻ പറ്റില്ല. കാശ് വരും പോകും, അതുവരെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്. അതാണ് എന്റെ ഫിലോസഫി. ചന്ദ്രു മാസ്റ്റർ, ഒരു ഫുൾ തന്തൂരി ചിക്കൻ. ചന്ദ്രു, ഞാൻ പറഞ്ഞ ബിരിയാണി കടയിലേക്ക് പോ. ഓക്കേ ബാബു ഏട്ടാ. ദാ വരുന്നു. ഇപ്പൊ വരാം. ചേച്ചി, വാടാ, എന്തൊക്കെയുണ്ട്? മാമോ. എന്താണ് ബാബു, വന്നിട്ട് പോയാലെങ്ങനെ? ഒരു ബിരിയാണിയെങ്കിലും സാപ്പിട്ട് പോ. ചന്ദ്രു, ചന്ദ്രു, നിന്നെയല്ലേ വിളിച്ചത്? എടാ ചന്ദ്രു, അതിനുള്ളിൽ നീ അങ്ങ് ഫ്ലാറ്റ് ആയല്ലോ. ശരിടാ, ആ പെണ്ണെ അനിയനെ വീട്ടിലാക്കിയേക്ക്. നീ പോകുന്ന വഴി തന്നെയാ. എന്റെ പേര് ചന്ദ്രു എന്നാ. അല്ല, പുതിയതായിട്ട് ഇട്ട കടയാണോ?
തിരുവനന്തപുരം ആണോ അതോ കൊല്ലമാണോ? വായിലെന്താ ലെഗ് പീസ് ആണോ ഇരിക്കുന്നത്? ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ലെഫ്റ്റ്. ഓ, ലെഗ് പീസ് കടിച്ചിറക്കി. ആ തെരുവില. അതെ, ബിരിയാണി കഴിച്ചാൽ ബുദ്ധി വളർച്ച ഉണ്ടാവെന്ന് പറയുന്നുള്ളതാണോ? ഇപ്പോഴല്ലേ മനസ്സിലായത്. സൗന്ദര്യം ഉണ്ടെങ്കിൽ അഹങ്കാരവും കൂടെ ഉണ്ടാവുമല്ലോ. ചന്ദ്രു, ഇവള് നിന്നെ വെളിച്ചത്തി ഒന്ന് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. ഉറങ്ങുന്ന കണ്ടില്ലേ? അടിച്ചാൽ ഇടിച്ചാലും എണീക്കത്തില്ല. നിന്റെ കൂടെ ഓട്ടോ ഓടിക്കുന്നവരൊക്കെ രാവിലെ എണീറ്റ് ഓട്ടോ ഓടിച്ച് അവരുടെ വീട്ടിലേക്ക് പണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. നീ ആണെങ്കിൽ വായി നോക്കി നടക്ക. 10 പൈസക്ക് നിന്നെ കൊണ്ട് പ്രയോജനമുണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്നാ ഇങ്ങനെ ചോദിക്കുമ്പോ 100-200 നീട്ടിയാ മതിയല്ലോ. നീ സമ്പാദിക്കുന്ന കാശൊക്കെ എങ്ങോട്ടാടാ കൊടുക്കുന്നേ? ഇത് വെച്ച് എന്തോ ഉണ്ടാക്കാനാ? പിന്നെ ഓട്ടോ റെഡിയാക്കാൻ കാശ് വേണ്ടേ? അതെ, എപ്പ നോക്കിയാലും ഓട്ടോ റെഡിയാണ്, ഓട്ടോ റെഡിയാക്കണമെന്ന്. എപ്പ നോക്കിയാലും കുടിച്ച് തീർക്കാം. ചേച്ചി, ആ കാറിന്റെ പടം ഇട്ട കാക്കി ഷർട്ട് എവിടെ? എനിക്കറിയില്ല, കുടിച്ച് എവിടെയെങ്കിലും അഴിച്ചിട്ട് കാണും. ഒരു പുതിയ ഷർട്ട് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്തിട്ടോ. പുതിയതും കൊള്ളാം, പക്ഷെ ആ ഷർട്ടാണ് രാശി. രാശിയോ? രാശി നോക്കി നടന്നാലേ വയറ്റിലോട്ട് അന്നം പോകത്തില്ല. നീ ജോലി ചെയ്താലേ 4 കാശ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലാണ്ട് തുണിയല്ല രാശി. ഈ സംസാരം കേൾക്കാൻ പറ്റാതെയാ നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് പോയത്. എടാ, ജോബിന് തന്നെ ആ മരങ്ങോട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അടിക്കല്ലേ? പ്രായപൂർത്തിയായ ഒരു ചെക്കൻ ഇങ്ങനെയാണോ ചൂല് വെച്ച് അടിക്കുന്നത്? പിന്നെ? നിനക്ക് നാണോ ഇല്ലേ? കോളേജ് ജംഗ്ഷൻ വരുമോ? വരില്ല. അപ്പോ കോടതി മുക്കെങ്കിലും വരുമോ? എന്താന്നോടോ താൻ കരുതിയിരിക്കുന്നത്? ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. എവിടെ വിളിച്ചാലും ഓട്ടം വരണം, അതാണ് റൂൾസ്. ഇറ്റ്സ് എ റൂൾ, ഇറ്റ്സ് ആൻ ആക്ട്. ദേ കണ്ടില്ലേ, വണ്ടിയുടെ കണ്ടീഷൻ ശരിയല്ല. നീ വേറെ ഓട്ടോ നോക്ക്. ഹലോ കമ്മീഷണർ സാർ, ഇവിടെ ഒരു ഓട്ടം വിളിച്ചിട്ട് വരുന്നില്ല. അവന്റെ പേരിൽ ആക്ഷൻ എടുക്കണം സാർ. വൃത്തികെട്ട കാക്കേ, നിന്റെ വയറ്റിളക്കം തീർക്കാൻ എന്റെ വണ്ടി കിട്ടുള്ളോ? ഫ്ലൈറ്റിൽ പോകുന്ന എവനെങ്കിലും ഒരു ദിവസം നിന്റെ തലയിൽ തൂറും. എക്സ്ക്യൂസ് മീ. ഹായ്. വാട്ട് ഈസ് ടൈം? പഠിച്ചിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്നുണ്ട്. നിങ്ങൾ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അന്നേ പറയണമെന്ന് വിചാരിച്ചതാ. കാണാൻ ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ട്. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിലുള്ള ഒരു വായി തോന്നിയതൊക്കെ പറയും, വയറ്റിലുണ്ടാക്കിട്ട് പമ്പ കിടക്കുമെന്ന്. ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ബുദ്ധി കൂടുതലാടാ. പിന്നെങ്ങനെയാ സിനിമയിൽ മാത്രം ഇവളമാരെയൊക്കെ വളയ്ക്കാൻ പറ്റുന്നത്? ഹലോ, റേഡിയോ ശ്രുതിയാണോ? അതെ അതെ, നിങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത്. എന്റെ പേര് ജഗൻ, പക്ഷെ എല്ലാരും എന്നെ സപ്ലൈ എന്ന് വിളിക്കാറ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഷോയാണ്. അയ്യോ ശ്രുതി, നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് എന്തൊക്കെയാവുന്നു. മാഡം, നിങ്ങളുടെ വോയിസ് നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തുവാടേ? അതെ, ഓക്കേ, ഓക്കേ, ഏത് പാട്ടാണ് വേണ്ടത്? പറയൂ. ഞങ്ങൾക്ക് ആ പാട്ടിടാൻ പറ്റുമോ? ഓക്കേ, ഓക്കേ, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നേ? ഡെഡിക്കേഷനോ? അത് വേറെ ആർക്കാ? നമ്മുടെ ചെക്കനും സുജാതയ്ക്കും. ആരാടാ ഈ സുജാത? അതാ ബസ് സ്റ്റാൻഡിൽ ഇഡ്ലിക്കള നടന്നോളാ. അല്ല, ഏതാ മൃഗം? ഇതാണ് ചീറ്റ, ബാബുവിന്റെ വണ്ടിയാ. അങ്ങനെയാണോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. പുറത്തെടുക്കാറില്ല, വെറുതെ തുടച്ച് ഇങ്ങനെ തന്നെ വെച്ചേക്കും. വണ്ടി വലിയ ഗുണമൊന്നും ഇല്ലേ? 135 കിലോമീറ്റർ സ്പീഡിൽ പോകും. ആ വണ്ടിയാണ് നമ്മുടെ ബാബുവിന് ഇത്രയും പേരുണ്ടാക്കിയത്. ആണോ? വണ്ടി കാണാൻ നല്ല ഷാർപ്പായിട്ടുണ്ടല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. വേണ്ടടാ ചന്ദ്രു, എന്റെ ചീറ്റയെ നീ തുടരുത്. എന്ത് സീതയെ തുടരുന്നൊക്കെ പറയുന്നത്? ഇതെന്താ നിങ്ങളുടെ പെങ്ങളാണോ?
ഇങ്ങോട്ട് ഇറങ്ങടാ. ഡാ, നിന്റെ ഓട്ടോയുടെ ഡ്യൂ അടച്ചോ? ഇപ്പൊ അതിനാണ് പോകുന്നെന്ന്. ആദ്യം അത് ചെയ്യടാ, പോ. പോവാം ബാബുവേട്ടാ പോവാം. എന്നെ ഇതിനകത്ത് ഇരിക്കാൻ സമ്മതിച്ചില്ല അല്ലേ? ഇനി ഞാൻ ചത്താലും ഇങ്ങോട്ടേക്ക് വരില്ല. ആ വരൂ ചന്ദ്രു സാർ, സാറിനെ കാണാൻ വേണ്ടി ഞാൻ വരാതിരുന്നതാ. അതൊക്കെ ഇരിക്കട്ടെ, ഡ്യൂ കെട്ടാൻ സമയമായില്ലേ? കണക്ക് നോക്കി പറ എത്രയാണെന്ന്. ഫുൾ ടൈം സമോസയും കഴിച്ചോണ്ടിരുന്നാ മതിയോ? ഇന്ന് വരെയുള്ള കണക്ക് 15,000 രൂപ. 15,000? അതെ. ഇപ്പൊ എന്റെ കയ്യിൽ 1,500 രൂപയേ ഉള്ളൂ. ഇന്ന് ഇത് വെച്ചോ, ബാക്കി ഞാൻ അടുത്ത മാസം തരാം. എല്ലാ മാസവും ഇവൻ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. മീറ്റർ സത്യമായിട്ട് അടുത്ത മാസം തരാന്നേ, ക്വാർട്ടർ സത്യമായിട്ട് അടുത്ത മാസം തരാം, നിങ്ങളുടെ മോളുടെ മേല് സത്യമായിട്ട് അടുത്ത മാസം തരാം. ഇനി സത്യം ഇടാൻ ആരും ബാക്കിയില്ല. നിനക്ക് കടം കൊടുത്തതിന് ശേഷം എനിക്ക് 3 പിള്ളേരായി. ഇനി എനിക്കിത് പറ്റില്ല ചന്ദ്രു. എടോ ചപ്പാത്തി, ഇയാളോട് തന്നെയല്ലേ പറഞ്ഞ ചുമ്മാ വള വള വളാന്ന്. ശരി, ഞാൻ സംസാരിക്കുന്നില്ല. 1 മാസത്തിനുള്ളിൽ 15,000 രൂപ തന്നാ മതി. അത് നിനക്ക് നല്ലതാണ്, എനിക്ക് നല്ലതാണ്. പൈസ കിട്ടിയില്ലെങ്കിൽ ഈ സെറ്റ് വണ്ടി സീസ് ചെയ്യും. ഹലോ, പറയട്ടാ. അവൻ അവിടെ തന്നെ ഉണ്ടോ? അവൻ ഇവിടെ തന്നെ ഉണ്ട്. അതെ, ഇപ്പൊ സിറ്റിയിൽ ഓട്ടോ കണ്ടുപിടിക്കുന്നതേ തിരുപ്പതി മൊട്ടയടിച്ചവനെ കണ്ടുപിടിക്കുന്ന പോലെയാ. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോന്നെ? വിഷമിക്കല്ല ചേട്ടാ, ഇവിടെ ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ 2 പേരേ ഉള്ളൂ. ഒന്ന് ബാബു, മറ്റേത് ഭാസ്കർ. അവർ 2 പേരും സിറ്റിയിലെ വലിയ ഓട്ടോ മെക്കാനിക്കാ. ആ ഭാസ്കർ ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടുകാരനേട്ടാ. ആഹാ, അത് കൊള്ളാമല്ലോ. നമ്മുടെ നാട്ടുകാരൻ തന്നെയല്ലേ? അയാളെ ഒന്ന് വിളിച്ചു തന്നേ, ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. ശരിയേട്ടാ, പക്ഷേ അവൻ പൈസ എന്ന് വെച്ച കമിഴ്ന്ന് വീഴുന്നവനാ. ആരെടാ ശിവപൂജയിൽ കരടിയോട്ട് ഈ സമയത്ത്? ഭാസ്കര, ഞാൻ ബർമാബായിയാ സംസാരിക്കുന്നേ. അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സർവീസ് ചെയ്തോണ്ടിരിക്കുവോന്നേ. നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നുമില്ല, നമ്മുടെ നായരേട്ടന് എന്തോ സംസാരിക്കണമെന്ന്. നിങ്ങളുടെ നാട്ടുകാരനാ നായരേട്ടോ. ഭാസ്കരനോട് സംസാരിക്കുക. പാറ നായരേട്ടാ. നമസ്കാരം ഭാസ്കര. ഞാൻ പാറശാലയാന്നേ. ആ, നമ്മൾ ഒരേ നാട്ടുകാരല്ലേ? ആ, നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ. സുഖമായിരിക്കുന്നല്ലോ. നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാട്ടിൽ മഴ വല്ലതും പെയ്യുന്നുണ്ടോ? ഞാൻ ബോംബെന്നാ സംസാരിക്കുന്നേ. ആ, ബർമാബായി, നിങ്ങൾ ബോംബെയിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്റർനെറ്റിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ? അല്ലെന്നേ, ഫോണിൽ സംസാരിക്കുക. എടോ, കാര്യം പറയടോ. ചേട്ടന്റെ ഒരു സാധനം ഓട്ടോയിൽ വെച്ച് കളഞ്ഞുപോയി. കണ്ടുപിടിക്കാലോ അല്ലേ? ഏത് ഓട്ടോ? ഓട്ടോയുടെ നമ്പർ അറിയാമോ? ഏത് സ്റ്റാൻഡിലാ? ഭാസ്കര, അതറിയാന്നെങ്കിൽ നിന്റെ അടുത്തോട്ട് എന്തിനാ വരുന്നേ? ഓട്ടോ ഓടിച്ച ചെക്കിന് മുമ്പേ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ, അവനെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഹ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമല്ലോ, പക്ഷെ സാധനം കളഞ്ഞില്ലേ? എടോ, വെറുതെ കളിയാക്കണ്ട. ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ? 50,000 രൂപ തരാം. എന്താ നാരിയേട്ടാ, നമ്മൾ ഒരേ നാട്ടുകാരല്ലേ? കാശ് ഇന്ന് വരും, നാളെ പോവും. പക്ഷേ ഇന്ന് വന്നാലേ നാളെ പോവുള്ളൂ. കൊളുത്തിട്ട് പിടിക്കാം, വിശ്വസിക്കുന്നേ. ശോ, എടാ മണി, സ്പെഷ്യൽ ടീ ഒരെണ്ണം പറഞ്ഞ. ചായയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കടാ, അപ്പോഴെങ്കിലും ഇവൻ നന്നാവും നോക്കാം. ഓ പിന്നെ, മെക്കാനിക്കിലെ മോഹൻലാൽ അല്ലേ? ഇത്രയ്ക്കൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത തറുതലയാടാ നീ. അല്ല, ആ സേട്ടിനെ പോയി കണ്ടോ നീ? ആ, കണ്ടു. 15,000 രൂപ കൊടുക്കണമെന്ന്, അതും അടുത്ത മാസത്തിനുള്ളിൽ തന്നെ. 15,000? ആ, അതൊക്കെ ശരിയാക്കാവുന്നേ, നമ്മുടെ സേട്ടും അല്ലേ. അമ്മയും കുഞ്ഞും ആണെങ്കിലും വായും വയറും വേറെ വേറെ ആണെന്നൊരു പഴഞ്ചൊല്ലില്ലേ? അത് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു സേട്ട് തന്നെയാണ്. സൂക്ഷിച്ചോ ചന്ദ്രു, കൊടുങ്ങാതെ നോക്കണം. നിനക്ക് പൈസ വല്ലതും വേണോ? ഓ പിന്നെ, ഭയങ്കര പണക്കാരനല്ലേ, ലക്ഷക്കണക്കിന് കാശല്ലേ കൈയിരിക്കുന്നത്. എവിടെങ്കിലും ഏർപ്പാട് ചെയ്യാന്നാ പറഞ്ഞത്. അത് കള ബാബു കേട്ടാ. അല്ല, ഇന്നലെ രാത്രി വന്ന ആളെ കാണുന്നില്ലല്ലോ. ആ 10ാം നമ്പർ സ്പാനറിങ് എടുക്ക്. ബാബുവണ്ണൻ എന്താണ് സർവീസിന് പോയിട്ട് വന്നു? സ്വന്തം കാശ് കൊടുത്താ? പിന്നെ ഫ്രീ ആയിട്ട് പോകാൻ ഗവൺമെന്റ് വല്ലതും തുറന്നു വെച്ചിട്ടുണ്ടോ? ഇതിലെന്ത് ത്രില്ലുള്ള ബാബു ഏട്ടാ. ഒരു പെൺകൊച്ചിനെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് അവളെ വളച്ചെടുത്ത് എന്നിട്ട് പച്ചക്കറി വാങ്ങിച്ച് അരി കഴുകി അടുപ്പത്തിട്ട് ചോറും കൂട്ടാനും വെച്ചോന്ന്. എന്തൊരു ജീവിതമാടാ ഇത്. കാശ് കൊടുക്കണം, ബിരിയാണി കഴിക്കണം, അത്രേ ഉള്ളൂ. അത് വിട്ടിട്ട് പ്രേമം, മണ്ണാങ്കട്ടി എന്നൊക്കെ പറഞ്ഞ് പിള്ളാരും പൃങ്ങണിയും അതുങ്ങൾ നമ്മുടെ മേത്ത് മൂത്രം ഒഴിക്കും. അങ്ങനെ ഒന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. ഏട്ടന്റെ പേഴ്സണാലിറ്റിക്ക് കിട്ടാത്തതുകൊണ്ടാ.
അങ്ങോട്ട് ചെല്ലടാ. എന്താ ഇത്, അമ്പലത്തിലെ പ്രസാദ സഞ്ചിയോ? ഭായ്, ഈ സഞ്ചി എവിടെന്നാ കിട്ടിയേ? വീട്ടിലെവിടെയോ കിടന്നതാ. ആ, എന്താ ഭായ്, ലവ് മാരേജ് ആണോ? ചുമ്മാ വെറുതെ കിടന്ന് ചിലക്കില്ല ഭാസ്കര. തന്ന ജോലി തീർക്കാതെ വെറുതെ. ഇവനാ ആ ഓട്ടോ കണ്ടത്. ഒന്ന് നോക്കിക്കോ. സഞ്ചി നിന്ന് പുറത്ത് കാണിക്കുമോ? ഡാ, നല്ല മര്യാദയുള്ള പയ്യനാണെന്ന് തോന്നുന്നല്ലോ. അതല്ലേ ഓർത്തെ, എനിക്ക് പോയി ആര് മര്യാദ തരാനാ? ഡാ, ഓട്ടോയിൽ എന്താടാ കളഞ്ഞത്? കറുത്തിട്ട് ഉരുണ്ട്. ആട്ടിൻ കാട്ടാണോ അതോ കോഴിക്കാട്ടാണോടാ? വിവരമില്ലാത്ത പിള്ളേരാ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അയ്യോ, ഒന്നും പറയണ്ട. കളിക്കുന്ന ഗോലി മാതിരി. ഹ, എടാ നാരിയേട്ടന് പ്രായം എത്രയായി? കോഴിയെ പിടിക്കാൻ പോലും ആവതില്ലാതെ ഗോളി കളിക്കാൻ പോയോ? അറിയത്തില്ല. വേറെ എന്ത് തേങ്ങക്കൊല്ലം അറിയാം നിനക്ക്? ഓട്ടോയുടെ അടയാളം വല്ലതും അറിയാമോ? ആ, അതറിയാം. മഞ്ഞ കളറായിരുന്നു. രജനീകാന്തിന്റെ പടം ഉണ്ടായിരുന്നു. അയാള് കാക്കി ഷർട്ട് ഇട്ടിരുന്നു. നല്ല സ്പീഡിൽ ആ, മതി, നിർത്ത്. 3 ടയർ ഉണ്ടാവും, 1 മീറ്റർ ഉണ്ടാവും, അത് ഓടത്തൂല അല്ലേ? എന്തോന്ന് അടയാളോടാ ഈ പറയുന്നത്? ചക്കക്കകത്ത് കുരുണ്ടെന്നും പറഞ്ഞ് ഉള്ള ആണുങ്ങളെല്ലാം ചക്ക വെട്ടിയിടാൻ പറയാൻ പറ്റുമോ? എല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് കുത്തില്ല. തമാശയൊക്കെ കളഞ്ഞ് ഈ മുട്ടയുടെ കൂടെ പോയിട്ട് ഓട്ടോ സീരിയസ് ആയിട്ട് നീ കണ്ടുപിടിക്കണം. കേട്ടോടാ? എടാ മുട്ടെ, ഇവിടെ വാടാ. ഇവനെ കൂട്ടിക്കൊണ്ട് പോ. ഓട്ടോയുടെ അടയാളം പറയാൻ മതി. കഴുത. പേരെന്താ? റാണി. റാണി, എന്റെ ലക്ഷ്മി പെട്രോള് കുടിച്ചാ വളർന്ന. ഇവള് ചോറ് കഴിച്ചിരുന്നെങ്കിൽ ദിവസം നിന്റെ അടുത്തുനിന്ന് ബിരിയാണി കഴിച്ചാൽ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതില് നീ എനിക്ക് വീണ്ടും വീണ്ടും ബിരിയാണി വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നിർത്താതെ കഴിച്ചോണ്ടിരിക്കുക. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നെന്ന്. MP, MLA, മമ്മൂട്ടി, മോഹൻലാല് എല്ലാരും വന്ന് നിന്റെ അടുത്തുനിന്ന് ബിരിയാണി കഴിക്കുക. പക്ഷെ നീ പുറത്ത് ഹൗസ്ഫുൾ ബോർഡ് ഇട്ടിട്ട് എനിക്ക് മാത്രം ബിരിയാണി തന്നോണ്ടിരിക്കുക. പക്ഷെ കടയിട്ടിരുന്നത് കടവന്ത്രയിലായിരുന്നു. അവിടെ ഒരുപാട് ബിരിയാണി കടയുണ്ടോ? പിന്നെ കടവന്ത്ര അറിയത്തില്ലേ? വൈറ്റിലേന്ന് എയർപോർട്ടിലേക്ക് നേരെ പോകത്തില്ലേ? അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ കടവന്ത്രയ്ക്കാണ് പോകുന്നത്. വൈറ്റിലെ എവിടെ നിന്ന് അറിയത്തില്ലേ? കുണ്ടന്നൂരിന് അടുത്താണെന്ന്. ഓഹോ, കുണ്ടന്നൂരും അറിയത്തില്ലേ? അവിടെ ഒരു അടിപൊളി തിയേറ്റർ ഉണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലും തിയേറ്റർ ഒക്കെ ഉണ്ട്. എന്തോന്ന് തിയേറ്റർ? എച്ചില് തുപ്പും, എന്നിട്ട് മണ്ണിട്ടിട്ട് അതിന്റെ മേളല്ലേ ഇരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി സംസാരിച്ചാലേ സുധീഷ് സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഇവിടെ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മതി. മുമ്പിൽ പോയിരുന്ന് കാണാം. കുഷൻ ഇട്ട സീറ്റ്, ചാരി ഇരുന്നാ മതി. അറിയാതെ ഉറങ്ങിപ്പോവും. പടം തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ, സ്പീക്കറിനകത്തുനിന്ന് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതിന് തന്നെ 8 രൂപ കൊടുക്കണം. അയ്യേ, നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? വന്ന് കണ്ടു നോക്ക്, എന്നാലേ മനസ്സിലാവൂ. നാളെ വൈകിട്ട് റെഡി ആയിട്ടിരുന്നോ? പടത്തിന് പോവാം. ഞാൻ വിളിച്ചോണ്ട് പോവാന്നേ. ഞാനൊന്നും വരുന്നില്ല. ഇതിനിങ്ങനെ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സിറ്റി ആണെന്ന്. ബോയ്സും ഗേൾസും ഒക്കെ ഒരുമിച്ചാ പോകുന്നത്. പേടിക്കണ്ടെന്നേ. ഞാൻ വേണമെങ്കിൽ എന്റെ കൈ പോക്കറ്റിൽ തന്നെ ഇട്ടേക്കാം. മതിയോ? ഛീ. അപ്പൊ 2 ടിക്കറ്റ് എടുക്കാല്ലേ? കിട്ടിയ എപ്പോഴും ഇങ്ങനെയാണോ ഓടിക്കുന്നത്? അതോ എന്റെ അടുത്ത് ആള് കാണിക്കാനാണോ? എന്തുവാണെന്നേ, സിറ്റിനെ കുറിച്ചും അറിയില്ല, ഈ ചന്ദ്രുവിനെ കുറിച്ചും അറിയില്ല. പുറത്ത് 4 ചോദിച്ചു നോക്ക്, ചന്ദ്രുവിന്റെ റേസിനെ കുറിച്ച് പറയും. ഓ പിന്നെ, കാണാൻ സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ഇവൻ എവിടെന്നാ റേസ് ഒക്കെ ഓടിക്കാൻ പോകുന്നതെന്ന് അങ്ങനല്ലേ ആലോചിക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്നുവെച്ചാ ഞാൻ കാണാൻ സുന്ദരനല്ലെന്നാണോ? ചന്ദ്രു, നിനക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ വലിയ സുന്ദരനൊന്നുമല്ല. എന്തൊരു പട്ടണം ഇത്! എപ്പോ നോക്കിയാലും ചലവലാന്ന് ശബ്ദം.
എന്താ എല്ലാവർക്കും ഇത്ര ധൃതി? പിന്നെ പട്ടണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണോ? നീ എന്തിനാ വെട്ടിയും പടുക്കുകയായിട്ട് ഇങ്ങോട്ട് വന്ന്? സ്ഥലത്തെ പ്രധാനികളും സംസ്ഥാനത്തെ മന്ത്രിമാരെ വരെയും ഇവിടെയാണ് താമസിക്കുന്നത്. ആർക്ക് വേണേ ഇവിടെ വരാം, ഏത് നിലയിലും താമസിക്കാം. പിന്നല്ലാതെ ഇത് പട്ടണമാണ് മോളെ. സൂക്ഷിച്ചോടിക്ക്. എങ്ങനുണ്ട്? നിക്ക്, ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് ആ വരാം. ശരി. എന്താടാ മനസ്സിൽ എന്താടാ വിചാരിച്ചിരിക്കുന്നേ? എത്ര നേരം വേഗം താ. ആരാടാ അത്? ഇങ്ങ് താടാ, നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്തു പറ്റി? ഒന്നുമില്ലല്ലോ. പിന്നെ എന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. ആ ആ നമ്മുടെ കൂടെ വന്നതാ. ആ വാ പോവാ. മനം നിറയുന്ന മൗനം, നിന്നെ കണ്ട നാൾ മുതൽ പറന്നുയർന്നു ഞാൻ താനേ. ഇത് എന്ന മായം, മനം നിറയുന്ന മൗനം, ഇരുചിറകു തേടുമെൻ ശ്രുതിയിൽ നിന്നൊരു ഗാനം. മഴവിരൽ തഴുകുവാൻ കൊതിയുമായി കുളിരവേ, തിരകളിൽ നുരയുമീ കടലുപോൽ കനവുകൾ നിറയവേ. പ്രണയമേ നിഴൽ നാളത്തിൽ തെളിയുന്നു നീ, വിദൂരത്തിൽ നിറത്തിങ്കൾ പോൽ ശ്വാസത്തിൻ ചൂടേറ്റൊരൻ മനമൊഴുകി മായവേ. നിന്റെ വിഹിതം ചില്ലിടം കാവലായി, നീ മുത്തമുത്തമായി പറ്റിക്കിടക്കാൻ കൊതിയുമായി ഞാനിതാ. മൊഴികളിലെ സ്നേഹനദിയിൽ ഒരു ചെറുമീൻ പിടയും, കളിച്ചിരിയിൽ മൃദുലയമായി അലിയുന്നു ഞാനുയിരേ. ഒരു ചന്ദനം തൊടും നെറ്റിയിൽ തനു ചുംബനം തന്നുവെങ്കിൽ, മലർമഞ്ചലിൽ മതിയാടുമീ ശതമന്ദഹാസമാണു നീ പ്രിയ. ഇത് എന്ത് മായം, മനം നിറയുന്ന മൗനം, നിന്നെ കണ്ട നാൾ മുതൽ പറന്നുയർന്നു ഞാൻ താനേ. ഇത് എന്ത് മായം, മനം നിറയുന്ന മൗനം, ഇരുചിറക തേടുമെൻ ശ്രുതിയിൽ നിന്നൊരു ഗാനം. താനേ മനം നിറയുന്ന മൗനം, ഇരുചിറക തേടുമെൻ ശ്രുതിയിൽ നിന്നൊരു ഗാനം. താനേ. എടാ ചന്ദ്രു, നീ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഇപ്പം കാണാറില്ലല്ലോ, വല്ല പെണ്ണ് കേസിലും കുടുങ്ങിയോ? ചന്ദ്രു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? ഈ കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെങ്ങനെയാടാ തുടങ്ങുന്നത്? ഇതൊരു വലിയ സംഭവമാണോ? ആ പെണ്ണിന്റെ അടുത്തേക്ക് ഒരു ദിവസം പോ.
എടി പെണ്ണെ, നീ ഒരു പെണ്ണ്, ഞാനൊരു പയ്യൻ. നിന്നെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും ചെയ്താലോ? നമുക്ക് കലക്കാം. സത്യമായിട്ട് ഞാൻ ആരോടും പറയില്ല. നീ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അത്രേ ഉള്ളൂ. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഇത് ഈസി ആയിട്ട് വർക്കൗട്ട് ആവും. പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടില്ലേ? നിനക്ക് വല്ലതും വർക്കൗട്ട് ആയിട്ടുണ്ടോ? നീ പോയി ജോലി നോക്കടാ. എടാ സപ്ലൈ, നിന്നോടല്ലേ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ഐഡിയ താ. ഇതിൽ പറയാൻ എന്താ ഉള്ള ചന്ദ്രു? നീ നായ കണ്ടിട്ടില്ലേ? എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. എന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ചന്ദ്രു. അതെ, ഈ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങൾക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ? അവരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പിന്നെ അങ്ങനെയൊക്കെ ആലോചിച്ചെന്ന്. എന്നാലും അവരെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരാണല്ലേ. നീ എന്താ അങ്ങനെ ആലോചിക്കാത്തത്? അത് നീ പറഞ്ഞു ശരിയാ. മക്കളെ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയേ. നമ്മുടെ ചന്ദ്രന്റെ അടുത്തൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഇതെന്റെ കടയാ. എന്താ നിന്റെ കട? ഞാനത് ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വന്നതാണോ? ഒന്ന് പുറത്തു പോടാ. ഏയ്, നിങ്ങളോടും കൂടിയാ. ഹലോ, എന്താടാ, പോടാ. അല്ല ചന്ദ്രു, നീ എന്തിനാടാ ഈ റേസിനൊക്കെ പോകുന്നേ? എനിക്ക് റേസ് ഇഷ്ടമാ. എന്താടാ ചന്ദ്രു, ഇതെന്താ ചെറിയ കുട്ടികളുടെ കളിയാണോ? ആരാ കൂടുതൽ മൂത്രം ഒഴിക്കുന്നത് നോക്കാൻ വേണ്ടി? ചന്ദ്രു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോ. നീ പൈസ ഇല്ലെങ്കിൽ പിച്ചക്കാരൻ കൂടി നീട്ടി ഒരു തുപ്പിങ് വെച്ച് തരും. നീ എന്റെ കൂടെ പോന്നോ? എനിക്ക് വേണ്ടി നീ റേസ് ഓടിക്കേ. നിന്റെ ഡ്യൂ എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്നെ ഒരു കോടീശ്വരമാക്കി ഞാൻ മാറ്റി കാണിക്കാം. എടാ സൺ ഓഫ് ഗണ്ണേ, നിന്നോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ചോദിക്ക് ചന്ദ്രു, ചോദിക്ക്. നീ ചോറിൽ ഉപ്പിട്ടിട്ടല്ലേ കഴിക്കുന്ന, അല്ലാതെ മറ്റ ഇട്ടിട്ടല്ലോ. ദേ നോക്ക്, എനിക്ക് 2 കാര്യം മാത്രമാണുള്ളത്. എൻ്റെ ഓട്ടോ ലക്ഷ്മിയും പിന്നെ എൻ്റെ ബാബു ചേട്ടനും. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ നടുവിൽ ഇടങ്കോലിടാൻ നോക്കണ്ട. എന്താടാ വൃത്തികെട്ടൊരു ഫ്രണ്ട്ഷിപ്പ്? ഈച്ചയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ. എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ്? നിങ്ങക്ക് ചേറിനകത്ത് കാലെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയ ഇവനൊന്നും രക്ഷപ്പെടണ്ട അത്രേ. എടാ ഗോപ്പേ, അവനോട് അകത്തോട്ട് വരാൻ പറ. മുടി വെട്ടാൻ വന്ന സ്ഥലത്ത് അവന്റെ എന്തെങ്കിലും പറയുന്നേ. നീ എന്തെങ്കിലും പറ. എന്തെങ്കിലും ഒരു കഥ പറ. ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശി വാട ചുട്ടെന്ന്. ഒരു ആക്ഷനൊക്കെ കാണിച്ചു പറ. ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശി വാട ചുട്ടെന്ന്. എങ്ങനെ ചുട്ടു? അത് പിന്നെ തോക്കെടുത്ത് ഡീം ഡീം എന്ന് വെടിവെച്ച്. എന്ത് കഥയാ നീ പറയുന്നത്? ഞാൻ പറയാൻ പോകുന്നത് ഒരു രഹസ്യം കഥയാ. ഇന്നലെ രാത്രി ഞാൻ ഒരു പടം കണ്ടു. അതിലാ ഹീറോ എന്താ ചെയ്തെന്നറിയോ? ദാ ഇങ്ങനെ എല്ലാ കഥവും അടച്ചു. ചിത്തേമാടി, നീ എന്താ ചെയ്യുന്നേ? അത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിന്റെ റാണിയുടെയും കല്യാണം എപ്പം നടത്താം? ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. ഞാനും പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഈ കല്യാണമൊന്നും എനിക്ക് സെറ്റാവില്ല. ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ അവൾ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. 4 സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. നമ്മുടെ റാണിയോട് ഒന്ന് ചോദിക്കണ്ടേ? അവക്ക് എന്തറിയാം? പൊട്ടിപ്പെണ്ണ്, ഗ്രാമത്തിൽ വളർന്നവളല്ലേ. നമ്മൾ പറയുന്നത് അനുസരിക്കും. ഞാൻ പറയുന്ന നീ അനുസരിക്കണം. എടാ, അത് നമ്മുടെ ചന്ദ്രുവിന്റെ വണ്ടിയല്ലേ? അതെ. വാടാ, എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കടാ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവത്തില്ല. അവനോട് കോഴി പിടിച്ചോണ്ടിരിക്കുവല്ലേ. വിളിച്ചാലോ? എടാ പോടാ. ചെറുപ്പത്തിലെ പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ പാവം പോലും ഇപ്പോഴും എൻ്റെ അടുത്ത് പോയിട്ടില്ല. പിന്നെയാ ഈ ശാപം കൂടി ഇനി നമ്മൾ തലയിൽ വെക്കാൻ വയ്യേ. നമുക്കിത് വിറ്റ് കോൾ ടാക്സി വാങ്ങിച്ചാലോ? വാ ചന്ദ്രു. ഈ ഓടാത്ത വണ്ടി എത്ര കാലം റിപ്പയർ ചെയ്തോണ്ടിരിക്കടാ? ആദ്യ രാത്രി പണി മുടക്കിയതുപോലെ. ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം? അയ്യേ, നാണിക്കുന്നുണ്ടില്ലേ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? ആ പെണ്ണേതാടാ? അത് കള സപ്ലൈ. നിന്റെ നാണം കണ്ട നിന്നെ ആരോ സർവീസ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഈ എനിക്ക് മാത്രം എന്താടാ ഒന്നും കിട്ടാത്തത്? ആരാടാ അത്? ആരാണെങ്കിൽ നമുക്കെന്താടാ? പെണ്ണുങ്ങളുടെ കൂട്ടം ആരാരാന്ന് ചോദിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജോലി നോക്കടാ. ഇങ്ങനെ നോക്ക് ചന്ദ്രു,
ടിഫിൻ കഴിച്ച് കൈ കഴുകിയിട്ടിങ്ങി പോരണം. അതല്ലാതെ സാരി വാങ്ങിച്ചു തരാൻ, കല്യാണം കഴിക്കാന്ന് വേറെ വാക്കൊന്നും കൊടുക്കരുത്. ഒരു കട്ടിങ് അടിക്കാൻ കട വാങ്ങേണ്ട നീ ആവശ്യമുണ്ടോ? എന്തിനാ ഇപ്പൊ എങ്ങനെ എന്താണെന്ന് സംസാരിക്കുന്നത്? വെച്ചാ എനിക്ക് ഈ ലവ് ഒന്നും ഇഷ്ടമല്ല. ഈ കല്യാണം, കുടുംബം, ഇതിലൊന്നും വിശ്വാസവും ഇല്ല. എന്തിന് കൂടുതൽ പറയുന്നത്? എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. അല്ലല്ല, പെണ്ണുങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ല. ചേട്ടാ, ആരാണ്ട് വണ്ടി എടുത്തോണ്ട് പോന്നു. ഞങ്ങളുടെ ഏരിയയിൽ വന്ന് നീ സീൻ കാണിക്കാണോ? അങ്ങനെ അങ്ങ് പോകാതെ. കാശെടുക്കാത്ത കൊണ്ട് സുനിൽ സേട്ടാണ് വണ്ടി എടുത്തോണ്ട് പോടാ. സോറി കേട്ടോ, ചെല്ല്. സേഠ്ജി, നമ്മുടെ പയ്യനാ. ഈ പ്രാവശ്യം അങ്ങ് വിട്ടേക്ക്. നിന്റെ പയ്യനല്ലേ? അപ്പോ നീ കാശുതാ. എൻ്റെ അടുത്തില്ലല്ലോ. ഈ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യ്. വെച്ചിട്ടാണോ ഇല്ലെന്ന് പറയുന്നത്? ശരി, എപ്പ കാശ് തരും? അടുത്ത ആയുധ പൂജയ്ക്ക് ശേഷം ഞാൻ തന്നെ സെറ്റിൽ ചെയ്യാം. ആയുധ പൂജ കഴിഞ്ഞ് ഉടൻ തന്നെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സേട്ടിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ വിശ്വസിക്ക് സേട്ട്, തന്നേക്കാവുന്നേ. നീ പറഞ്ഞതിന്റെ പേര് കൊടുക്കാം ബാബു. എത്രയോ പ്രാവശ്യം പറഞ്ഞു ആ സേട്ടിനോട് കളിക്കണ്ടെന്ന്. വെറുതെ വെള്ളം ഒടിച്ച് കാശെല്ലാം കളയുക. ശരി, പൈസക്ക് എന്താ ചെയ്യുന്നേ? ശരി ബാബു ഏട്ടാ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ താ. ഒണ്ടേ തരില്ലായിരുന്നോ? ആ, നിങ്ങളുടെ അടുത്തും ഇല്ലല്ലോ, പിന്നെ എന്തിനാ എനിക്ക് അഡ്വൈസ് ചെയ്യുന്നത്? അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആ സേട്ടിന്റെ അടുത്ത് ഞാൻ വന്നില്ലായിരുന്നേ മനസ്സിലായനി. ബാബു ഏട്ടാ, പണം നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ പോലെയാ. എപ്പോ വരും എപ്പോ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ വരേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് വരുമെന്ന്. വരുന്ന സമയം കൂടി പറഞ്ഞിട്ട് ഞാനും കൂടെ വരായിരുന്നു. മീൻ കണ്ടോടാ, മീൻ. അതെന്റെ നത്തോലിയാ, ചോദിക്കാതെ എടുത്തിട്ട് പോകണോ? കടലിൽ നിന്ന് ഇതിന്റെ അമ്മയോട് ചോദിക്കാതെ എടുത്തോണ്ട് വന്ന് പിന്നെ നിന്നോട്. നത്തോലി താടാ. ഓ, നെത്തോലിയോ? എന്നാ എടാ, ആരെയാടാ നീ കൈവെക്കുന്നേ? എന്നെ നീ അവിടെ എന്തോടാ? ഞാൻ ആരാ കാണിച്ചാടാ? സമാധാനമായിട്ട് വെള്ളം അടിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതിന്റെ ഇടയിൽ വന്ന് ആരോടാ കളിക്കുന്നേ? വിടുകേട്ടാ. എന്താ അളിയാ ഇത്? നമുക്കൊക്കെ മനസമാധാനം കിട്ടുന്ന ഒരേ സ്ഥലം ചാരായക്കടയും ചുടുകാടുവാ. ഇവിടെ വന്ന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണോ? നീ ഇവിടെ കുടിച്ചോ, ഇവൻ അവിടെ പോയി കുടിച്ചോട്ടെ. നീ പോടാ, ചെല്ല് ചെല്ല്. എന്റെ അമ്മോ എന്റെ സമാധാനമൊക്കെ പോയേ. ഇനി അറിയാതെ നിന്നെ ആരെങ്കിലും തല്ലിപ്പോയാ ഞാനാ തല്ലിയെന്ന് നീ പറയുമല്ലോ. അടിച്ചു പോലും അതിനു മതിയാന്ന് എങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ മനസമാധാനം പോയി. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ ഞങ്ങള്. ചന്ദ്രു, വിട്ടേക്കട. അങ്ങനൊന്നും വിടാൻ പറ്റത്തില്ലെന്നേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ.
നീ സൺ ഓഫ് ഗണ്ണാണോ അതോ ഡോട്ടർ ഓഫ് ഗണ്ണാണോ? SOGയോ അതോ DOGയോ? എന്താടാ നിനക്ക് വേണ്ടത്? ധൈര്യമായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കേ. മുഖത്ത് മീശയില്ലേ? നിനക്ക് ഓട്ടോ ഇല്ലേ? എന്താടാ ബാബു, നിന്റെ പയ്യൻ കൂടുതലൊന്ന് തുള്ളുന്നുണ്ടല്ലോ, ഒന്ന് നിയന്ത്രിച്ചു വെക്കടാ. നിയന്ത്രിച്ചു വെക്കാൻ അവൻ എന്താ മൂത്രമാണോ? മര്യാദയ്ക്ക് അവൻ സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കണമെന്നാണല്ലേ? ആരാണോ റേസിൽ ജയിക്കുന്നത് അവർക്ക് മാത്രമേ ഇവിടെ കുടിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഇതെന്തോ പന്തേവാ? അതിന് ഞങ്ങള് കുടിയന്മാരൊന്നും അല്ലല്ലോ. ഒരു 15,000 രൂപയ്ക്കെങ്കിലും റേസ് ചെയ്യണ്ടേന്നേ. എന്തോന്നാ ആവശ്യമില്ലാതെ വാല് പോയ പലിയുടെ വിട്ട് തുള്ളിച്ചാടുന്നേ? ഇവനോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? അവൻ പറഞ്ഞത് ശരിയല്ലേ? പന്തയെന്ന് വെച്ചാ പൈസ വേണ്ടേ? ശരിടാ, 15,000 രൂപ. ഈ റേസിൽ ആരാണോ ജയിക്കുന്നത് അവര് മാത്രമേ ഈ ചാരായക്കടയിൽ കള്ളു കുടിക്കാവൂ. ശരി, റേസ് എപ്പോഴാ? ആയുധപൂജ കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് റേസ്. ചന്ദ്രു, ഓട്ടോ ഓടിക്കുന്നവരുടെ നീ രാഷ്ട്രീയക്കാരൻ കളിയാക്കല്ലേ? വെറുതെ പറയല്ല. പാന്റ് അഴിക്കാതെ നീ ജട്ടി ഊരിക്കളഞ്ഞല്ലോ. കാശ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവനെ വെല്ലുവിളിച്ചു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പേടിച്ചിരിക്കായിരുന്നു നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമോ. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? സേട്ടിന് കൊടുക്കാൻ പൈസ വേണം, അതുകൊണ്ട് നീ സംസാരിച്ചു. നമ്മുടെ ഷെഡിലെ വണ്ടി ജയിക്കണം, അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. ശരി ബാബു ഏട്ടാ, ഞാൻ ഇറങ്ങാം. ചന്ദ്രു, വണ്ടി ഇവിടെ ഇട്ടിട്ട് പോ. ഒരു നല്ല ഐഡിയ എനിക്ക് തോന്നുന്നു. നിന്റെ വണ്ടിയുടെ സ്പീഡ് എത്ര? അതിപ്പോ 70-80 ഒക്കെ പോകുന്നേ. ഞാനൊരു ഐഡിയ ചെയ്താ 100-110 വരെ പോകും. അതെങ്ങനെയാ? കാറിന്റെ എഞ്ചിൻ ഇടാൻ പോവാണോ? അതല്ലടാ, മറ്റൊരു കാർബറേറ്റർ വെക്കാൻ പോവാ. 2 കാർബറേറ്റർ ഉണ്ടെങ്കിൽ എഞ്ചിനിൽ കൂടുതൽ പെട്രോളും പോവും, നല്ല പവറും കിട്ടും. പിന്നെ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായി വരും, അതും ചെയ്തേക്കാം. പിന്നെ ഇപ്പൊ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, ആവശ്യമില്ലാതെ കൈവെക്കല്ലേ. പറയുന്ന കേക്കടാ, നീയാണോ മെക്കാനിക് അതോ ഞാനാണോ? ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് വിട്, ഇപ്പൊ തന്നെ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന്. ശരി, ഇത് വെച്ചോ. അപ്പൊ നാളെ എനിക്ക് സവാരി ഇല്ല അല്ലേ? നിന്റെ സാരി സൂപ്പർ ആയിട്ടുണ്ട്. ഏയ്, സമോസ കഴിക്കാം. ഇന്നാ ഏയ്, അതെന്താ കളഞ്ഞേ? എനിക്ക് മസാല മാത്രം ഇഷ്ടം. എനിക്കതാ ഇഷ്ടം, നല്ല മുറുമുറാന്ന്. നമ്മൾ തമ്മിൽ എന്ത് പൊരുത്തല്ലേ? ഏയ്, നിനക്ക് മീൻ തല ഇഷ്ടാണോ? അയ്യേ, തല ആരെങ്കിലും കഴിക്കൂ? ഞാൻ കഴിക്കുമല്ലോ. ഞാൻ അപ്പോഴാ വിചാരിച്ചു, പൊതുവെ ഒരു കുടുംബത്തില് ആരെങ്കിലും ഒരാളെ മീൻ തല ഇഷ്ടപ്പെട്ട് കഴിക്കാറുള്ളൂ. എനിക്ക് ലെഗ് പീസ് ആണ് ഇഷ്ടം. ഇതിന് പേരാണ് കെമിസ്ട്രി. കെമിസ്ട്രിയോ എന്ന് വെച്ചാ? അത് തന്നെ. സിനിമയിലെ ഹീറോയിനെ അഭിനയിക്കുമ്പോ ചിലര് ശരിക്കും ഭാര്യയും ഭർത്താവിനെ പോലെ കാണില്ലേ, അതാണ് കെമിസ്ട്രി. നിനക്കെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നിന്നെ പോലെ വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. തൊട്ടല്ലോ അല്ലേ? കൂടുതൽ റേസ് ചെയ്യാതടാ, ഒന്ന് ക്ഷമിച്ചു പോടേ. ശരി ബാബു, ഒരു പ്രാവശ്യം പറഞ്ഞ കേൾക്കില്ലേ? സ്റ്റഡി. ആക്സിലേറ്റർ ഒന്നുകൂടെ കൊടുത്തേ. ഇങ്ങനല്ലേ? എന്താടാ നിങ്ങൾ പറഞ്ഞ പോലല്ലേ ചെയ്തത്? ആക്സിലേറ്റർ ഒന്ന് കുറച്ചേ. കുറച്ചുകൂടെ കൂട്ട്. ഇപ്പൊ നോക്കിക്കോ. നമ്മൾ ജയിച്ചു. ഇനി ഞാനാടാ കിങ്. ഇനി ആർക്കെങ്കിലും റേസിൽ ഉപദേശം വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ. നിന്നോടും കൂടിയാ പറഞ്ഞു. എന്റെ കൈ വെച്ച ഉടനെ വണ്ടി പറക്കാണ് മോനെ. 110 കിലോമീറ്റർ സ്പീഡിലാ പോയത്. വേറെ ആരെങ്കിലും വിചാരിച്ച നടക്കും? 10? വണ്ടി അടിപൊളിയാണല്ലോ. വണ്ടി സൂപ്പർ ആണെന്നേ, പക്ഷെ അത് ഓടിക്കാനുള്ള ആളുടെ കഴിവ് പോലിരിക്കും. എന്റെ കൈക്ക് ആ കഴിവുണ്ടാ. എന്താ ഏട്ടാ അവൻ ഇത്ര അഹങ്കാരത്തോടെ പറയുന്നേ? അവനല്ലേ ഓടിക്കുന്നത്, അതുകൊണ്ട് സംസാരിക്കുന്നു. എന്തൊക്കെയായാലും വണ്ടി റെഡിയാക്കിയത് നിങ്ങളല്ലേ? അവൻ ആരാ? നമ്മുടെ പയ്യൻ, കൊച്ചി ഇറക്കനല്ലേ, പറഞ്ഞിട്ട് പോട്ടെ. എപ്പ നോക്കിയാലും ഉറക്കം തന്നെ. ഇന്ന് ആയുധ പൂജയാ. എല്ലാ ഓട്ടോയും സ്റ്റാൻഡിൽ തന്നെ കാണും. ചിലപ്പോ ആ ഓട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. നീ എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. എപ്പ നോക്കിയാലും ഒരു ഉറക്കം. അങ്ങോട്ട് പോടാ.
വേഗം ആവട്ടെ. സമയം അങ്ങ് പോയി. എന്തോന്നാടേ പൂജ നീ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ശേഷം പ്രസാദം കിട്ടും. ചെല്ല് ചെല്ല്, നിങ്ങൾക്കും കിട്ടും. ഡാളിയ പെട്ടെന്ന് വാടാ. ഒരു ചെറു പട്ടണത്തില്, അതിനടുത്ത് ഒരു സുന്ദരമായ ഗ്രാമത്തില്, അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അവിടെയാണ് ഗജപതി മകൻ ഗണപതി സാർ. ഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. പെൺപാട്ടിൻ പട്ടം ചുറ്റുന്നുണ്ടേ, ഗംഗണപതിയോ രംഗേറുന്നേ. രംഗേറുന്ന നെഞ്ചോ പഞ്ചാരിയായി, ഇതുതാനേ ശിവസണ്ണൻ പേരെടുത്ത നമ്മ നായകൻ. ഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. കണക്കിലെ ഗണിതത്തിൽ ഗണങ്ങളെ കണ്ടിട്ട് തലചുറ്റിപ്പോയാലും പോകാം. കണക്കിൽ കൂടും പെൺപിള്ളേർമാരെ പല നാട്ടിൽ തിരഞ്ഞ് പോകാം. ചിന്താട്ടകിത്തകിട 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 ചിന്ത മട്ടുമടി മാറിയ ഓട്ടോയിൽ നേറി നാട്ടോരം കാറ്റായി ചുറ്റിപ്പാറാം. അരയണ കാശിന് ആകാശം വാങ്ങി അതിലൊരു റൂട്ടിൽ ഓട്ടോയോട്ടാം. ഗംഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. ഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. പെൺപാട്ടിൻ പട്ടം ചുറ്റുന്നുണ്ടേ, ഗംഗണപതിയോ രംഗേറുന്നേ. രംഗേറുന്ന നെഞ്ചോ പഞ്ചാരിയായി, ഇതുതാനേ ശിവസണ്ണൻ പേരെടുത്ത നമ്മ നായകൻ. അഗൻ 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 അഗൻ. ഗംഗണ ഗണപതി ഗംഗണ ഗണപതി ഗംഗണ. ഗംഗണ ഗണപതി ഗംഗണ ഗണപതി ഗംഗണ. ചേട്ടാ ചായക്ക് പറയട്ടെ. എടാ എന്തുവാടാ, നാളെ റേസ് അല്ലേ, ബിരിയാണി ഓർഡർ ചെയ്യ്. പുതിയൊരു കട തുറന്നിട്ടുണ്ട്, ചേട്ടനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ സൂപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണോ? ഇവളെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഭാസ്കര, ആരിത് എടാ ചേച്ചിയോ? ഭാസ്കര എന്തൊക്കെ ഉണ്ടടാ? പിള്ളേരൊക്കെ നിക്കല്ലേ, സൺ ഓഫ് ഗൺ എന്ന് വിളിക്കുന്നേ. ഛേ, നിനക്ക് ഒരു മാറ്റവും ഇല്ലടാ, ഇരിക്കേ. അത് ശരി, ആ നിൽക്കുന്ന പെണ്ണ് ചേച്ചിയുടെ മോളാണോ? അതെ, റാണി. കല്യാണം മറ്റോ? അവൾ എട്ടും പൊട്ടും തിരിയാത്തവളാടാ. നമ്മുടെ ബാബുവിന് കെട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ അവൻ അതിന് സമ്മതം മൂളുന്നില്ല. എന്ന് വെച്ചങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? നിനക്കറിയാവുന്നല്ലേ ഞങ്ങൾക്ക് എന്തൊരു സഹായം അവൻ. കണ്ടില്ലേ, കല്യാണം എന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖത്തുള്ള ഒരു നാണം. അവളുടെ മുഖം കണ്ട നാണിക്കുന്ന പോലെയാണോ? പ്രേതത്തെ കണ്ട പോലെയല്ലേ ഉള്ളത്? സംശയം ഉണ്ടെങ്കിൽ ആ മുഖത്തേക്ക് നോക്ക്. എടി പെണ്ണെ, എന്താ നിനക്ക് ബാബുവിനെ ഇഷ്ടമല്ലേ? വേണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോ. പോടാ, ഭാസ്കരൻ എപ്പോഴും തമാശ. എന്താ ചേച്ചി, ഞാൻ തമാശക്കാരനാ? എന്താ നല്ല മൂഡിലാണോ? നീ എന്നെ ലവ് ചെയ്യുന്നില്ലേ? ആ പിന്നല്ലാതെ. അപ്പൊ എന്നെ കല്യാണം കഴിച്ചൂടെ? കല്യാണോ? അതൊക്കെ വീട്ടിലെ മുതിർന്നവർ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ചന്ദ്രു, എന്റെ വീട്ടില് എന്റെ അമ്മാവനുമായിട്ട് എന്റെ കല്യാണം ആലോചിക്കുക. ആ അത് ചെയ്തോ, നിനക്ക് അതിനുള്ള സമയമായി. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിക്ക് നിക്ക് നിക്ക്, ഇപ്പൊ എന്തിനാ ഇങ്ങനെ കരയുന്നത്?
എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നേ? കല്യാണമൊന്നും എനിക്ക് ശരിയാവില്ല. ഞാൻ റേസർ ആണെന്ന്. എനിക്ക് ഈ ഫാമിലിയും സെന്റിമെന്റ്സ് ഒന്നും ഒട്ടും ശരിയാവില്ല. അപ്പോ നീ എന്നെ കല്യാണം കഴിക്കില്ലേ? ഞാൻ എപ്പോഴാ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്? നീ കല്യാണം കഴിക്കുന്നു പറഞ്ഞില്ലേ എല്ലാത്തിനും സമ്മതിച്ചത്? കളിക്കാതെ ചന്ദ്രു, എന്നെ കല്യാണം കഴിക്കും. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയാ. ആദ്യം ചിരിച്ച് കാണിച്ച് വളച്ചിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നു. എന്നെ കൊണ്ട് ഇപ്പൊ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയത്തില്ല. അത്രയുള്ളൂ അല്ലേ? നീ ഒന്നും അറിയില്ല. ആടത്ത് ഉള്ളത് കൊണ്ട് മാത്രം ആണാകില്ല. പ്രശ്നങ്ങൾ വരുമ്പോ ചുമതല ഏറ്റെടുക്കാൻ അറിഞ്ഞിരിക്കണം. നീ ആള് മാത്രമേ വളർന്നിട്ടുള്ളൂ. നീ ഗുണം പിടിക്കില്ല. ചന്ദ്രു, എന്തൊരു നാറ്റാടാ ഇത്. ഡാ, വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ റേസിന് സമ്മതിക്കില്ലടാ. എണിക്കടാ. എടാ, ബാബുയുടെ ടെൻഷനാവും എനിക്ക്. പെട്ടെന്ന് ആ റേസിന്റെ സമയമായി. എന്തേ തല കറങ്ങുന്നുണ്ടോ? അതൊന്നും സാരമില്ല, നീ എണീക്ക്. സമയമായി, എണീക്ക്. വാ. എവിടെ പോയതാ നീ? ശരി ശരി, എല്ലാം പെട്ടെന്ന് റെഡിയാ. വാ 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 ചന്ദ്രു, വാ വാ. ഹേയ്, മാറടാ. ഇന്ന് ഞാൻ പോ. നിന്റെ കൂടെ ആരാ മത്സരിക്കാൻ പോകുന്നറിയാവോ? കോഴി. പേടിക്കേണ്ട ആള് തന്നെയാ. എന്താണത്? ബാബു കേറിയല്ലോ. ഡാ, നീ ഇറങ്ങ. വാ, എടാ പോടാ, വാ. എടാ കോഴി. കോഴിയല്ല, കഴുക. പോടാ കൊഴുക്കട്ടെ. വേഗം 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 വേഗമാവട്ടെ. അതെ, അങ്ങനെ എന്താണത്?
ബാബു? എന്താ ക്യാഷാ അതോ ക്രെഡിറ്റ് കാർഡോ? ഭാസ്കര, ഒരു കാര്യമുണ്ട്. എന്താ? പൈസ ഇപ്പൊ ഇല്ല. ഏ? എന്ത് പൈസ ഇല്ലെന്നോ? എന്തോന്നാടാ രാവിലെ ഇറങ്ങുമ്പോ വെറും കൈയോടെ ഇങ്ങ് പോന്നോ? എന്താടാ കൂടുതൽ സംസാരിക്കല്ലേ? ഏയ് നീ തോറ്റവനാ. നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ യോഗ്യനല്ല. എന്റെ ചെരുപ്പിൽ നോക്കി സംസാരിക്കണം. കണ്ടില്ലടാ ഒരു സുഹൃത്ത് ബന്ധം. റോമിയോ ജൂലിയറ്റിനെ പോലെ ഇണപരിയാത്ത ബന്ധം കണ്ടില്ലേടാ. എന്റെ അടുത്ത് പൈസ ഇല്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ പറ. എന്ത് ചെയ്യണമെന്നോ? എന്തോന്നാടാ ബാബു? നീ ജയിച്ചാലും ഞാൻ കുനിയണം, ഞാൻ ജയിച്ചാലും ഞാൻ തന്നെ കുനിയണമെന്നോ? ഞാൻ എന്താ ധർമ്മക്കാരൻ ഫാമിലിയാണെന്ന് വിചാരിച്ചോ? ശരി, വെറുതെ വഴക്ക് വേണ്ട. ഒരു റേസ് കൂടെ വെക്കാം. ഞാൻ ജയിച്ച ആ 15,000 ക്യാൻസൽ, നീ ജയിച്ച 30,000 തരാം. എന്താണ് ഞാൻ ഇനി എങ്ങനെയാ നിന്നെ വിശ്വസിക്കണേ? പറ. ഏയ്, ആ സേട്ടിന്റെ അടുത്ത് രണ്ടുപേരും പൈസ കേട്ടാ. എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ എൻ്റെ ഷെഡിന് പേപ്പർ വെച്ചു. ഒന്ന് വേഗം ആവട്ടെ. ഇവന്മാരുണ്ട് ഇവിടെ. ബാബുവേട്ടാ കണ്ടില്ലേ, നമ്മുടെ സ്വന്തം വീട് പോലെ ഉണ്ടായിരുന്നതാ. എന്ത് ചെയ്യാനാ, നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ അവന്മാരെ ചാടിക്കാമായിരുന്നു. ശരിയല്ലേ ചന്ദ്രു? ഇപ്പൊ എവിടെ പോയി കുടിക്കും? പിള്ളേരാണെങ്കിൽ ഷെഡിലാ. നമ്മുടെ ഷെഡിൽ തന്നെ കുടിക്കാം. ഷെഡിലോ? അവിടെ കുടിക്കരുന്നല്ലേ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി. അത് നമ്മുടെ സ്ഥലമല്ലേ, അവിടെ തന്നെ കുടിക്കാം. ശരി, നിനക്ക് റമ്മ്, ഇവന് ബിയർ. ഓക്കെ അല്ലേ? എടാ സപ്ലേ, ആ കോഴി ഒരു കഴുകനായിരുന്നല്ലേ? ശരിക്കും ഷാർപ്പായിരുന്നു അല്ലേ? ആ, ഷാർപ്പൊക്കെ തന്നെയാ. എന്തോന്ന് ഷാർപ്പ്? ആ കഷണ്ടി തലേനെ ഒന്നും അറിയത്തില്ല. അങ്ങനൊന്നും സംസാരിക്കരുത്. ഇതുവരെ നമ്മൾ ജയിച്ചപ്പോൾ നമ്മൾ വലിയ ആൾക്കാര്, ഇപ്പൊ അവൻ ജയിച്ചു, അതുകൊണ്ട് അവൻ വലിയ ആള്. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇത്രയും കാലം നമ്മൾ ജയിച്ചോണ്ടായിരുന്നത്, കാരണം ലക്ഷ്മി മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്നു. അതിനിപ്പോ എന്താ പറ്റിയത്? അത് തന്നെ ബാബു ഏട്ടാ, എന്തോ ചെയ്തില്ലേ നിങ്ങള്? അത് ലക്ഷ്മിക്ക് ഇഷ്ടമില്ല. ഓരോ പ്രാവശ്യം സ്പീഡ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ? എന്റെ ജോലി അതല്ലേ? അതൊക്കെ ശരി തന്നെയാണ്, ഓരോ പ്രാവശ്യവും കറക്റ്റായിട്ട് ചെയ്യാറുള്ളതാ. പക്ഷെ ഈ പ്രാവശ്യം എന്തോ തെറ്റുപറ്റി. നിർത്തടാ, വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതെ. ഇത്രയും ദിവസം നീ പ്രാക്ടീസ് ചെയ്തില്ലേ? ഇന്നലെ രാത്രി എവിടാടാ പോയത്? അത് വിട്ടേക്ക്. ഇന്നത്തെ റേസിൽ നീ മര്യാദയ്ക്കാണ് ഓടിച്ചത്. ഓ, അത് ശരിയാണ്, എന്റെ മിസ്റ്റേക്കാ. വണ്ടിയൊക്കെ കറക്റ്റ് കണ്ടീഷനിലായിരുന്നു, ഞാനാ തെറ്റ് കാണിച്ചത്. മാപ്പ് തരണേ, ക്ഷമിക്കണേ. ബാബുട്ടൻ അങ്ങനെയാണോ പറഞ്ഞത്? എടാ കോഴി, നിനക്ക് കാണാൻ പറ്റാത്തടത്ത് വല്ല മറുകുമല്ലോ ഉണ്ടോ? ഇല്ല, നീ ശരിക്കും ഷാർപ്പാണോ? ഒന്ന് ചുമ്മാ ഇരിക്കേട്ടാ. അവൻ വലിയ പുള്ളിയാ, എന്നെ അങ്ങോട്ട് മൂക്കി കരുന്നല്ലേ പറഞ്ഞോണ്ടിരുന്നേ. ഇല്ലടാ, ഞാൻ പോലും അങ്ങനെ തന്നെയാ വിചാരിച്ചേ. അവന്റെ കഴിവ് മൊത്തം അവൻ എന്ന ഓട്ടോയിൽ വെച്ച് കാണിച്ചതല്ലേ. ബിരിയാണിയോ വെറും ചോറോ? ദൈവം പലരുടെയും ജീവിതത്തിൽ എങ്ങനെയൊക്കെ കുരുക്കിടുന്നെന്ന് കണ്ടില്ലേ? വാ, നമുക്ക് ബാബുവിന്റെ ഷെഡിലേക്ക് പോവാം. അതെന്തിനാ? റോമിയോ ജൂലിയറ്റിനെ പിരിക്കുന്നത് നമ്മുടെ ജോലിയല്ലേ? എന്താടാ ഇത്? കലകലാന്നിരുന്ന ഷെഡിലിപ്പോ ഒച്ച അനക്കമൊന്നും ഇല്ലല്ലോ. എന്താ, ആരെങ്കിലും ചത്തോടാ? എടാ ബാബു, ജീവിതത്തിൽ ജയവും തോൽവിയൊക്കെ സാധാരണമല്ലേടാ. ആ ഫുള്ളിങ് എടുത്തേടാ. കൊറേ വർഷത്തിന് ശേഷം ജയിച്ചതല്ലേ, ഒന്ന് ആഘോഷിക്കണ്ടേടാ. പക്ഷെ നീ ആഘോഷിക്കരുതളിയാ, കാരണം നീ തോറ്റവനല്ലേടാ. ഇങ്ങോട്ട് നോക്കിയടാ, മറ്റുള്ളവരുടെ ഷെഡിൽ പോലും ഇരുന്ന് കുടിക്കരുതെന്ന് ന്യായം പറയുന്നവനെ ഇപ്പൊ കണ്ടില്ലേ? ഇന്ന് അവന്റെ ഷെഡിൽ തന്നെ ഇരുന്ന് അവന് കുടിക്കേണ്ടി വന്ന ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിനെയാണ് വിധി എന്ന് പറയുന്നത്.
ഈശ്വരൻ ഉണ്ട് അളിയാ, ഈശ്വരൻ ഉണ്ട്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അതെ, കള്ളു വാങ്ങിക്കാൻ പോലും ഗതിയില്ലാതെ ഇവിടെ ആരും ഇല്ല. വെറുതെ പണി വാങ്ങിക്കാതെ പോവാൻ നോക്കും. ഞങ്ങൾ എന്തോന്ന് പണി തന്നെന്ന് അളിയാ? അന്ന് ബീച്ചിൽ നീ ഒരു പണി പണിഞ്ഞില്ലേ? ശിവശിവ, ഞങ്ങളത് കണ്ടു കേട്ടോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോ. എന്താടാ ബാബു, എപ്പോഴും എന്നെ ഒരു ശത്രുവിനെ കാണുന്ന പോലെ കാണുന്നേ? ഞാൻ എപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ? ഞാനൊരു കാര്യം പറയാം, ഞാൻ പഴുത്ത ചക്കയുടെ കൂട്ടാ. പുറത്തു മാത്രമേ മുള്ളു കാണത്തുള്ളൂ, പക്ഷെ ഉള്ളില് നല്ല മധുരളിയാ. സംസാരിക്കാൻ പോ. ഏയ്, നീ ഒരു പാവാ ബാബു. എന്നെ എപ്പോഴും ഒരു വില്ലനായിട്ടാ നീ കാണുന്നേ, പക്ഷെ അവനെ നീ നല്ലവനായിട്ടാ കാണുന്നേ. അവൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ? നിനക്ക് നിശ്ചയം ഉറപ്പിച്ച പെണ്ണിനെ ബീച്ചിൽ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പരിപാടി നടത്തി. ആ, പാമ്പിന് പാല് കൊടുത്ത് വളർത്ത. ദേ ബാബു ഏട്ടാ, റാണി നിങ്ങളുടെ മുറപ്പെണ്ണാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തോന്ന് അറിയത്തില്ലെന്ന്? ഞാനല്ലേ ആദ്യമായിട്ട് നിന്നെ ബിരിയാണി കടയ്ക്ക് കൂടിക്കൊണ്ടുപോയി. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞ്? പിന്നെന്തോന്ന് മറപ്പെണ്ണ്? നീ എന്ത് വേണേലും ചെയ്യൂ, അവൾ എന്റെ കുടുംബത്തിലെ പെണ്ണാ. ഓ പിന്നെ, നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊരു ന്യായം വീട്ടില് വേറെയാ. നിങ്ങളല്ലേ പറഞ്ഞ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടരുത്. സ്വന്തം വീട്ടിൽ തന്നെ. പുറത്തു പോടാ. ഒരു തന്തയ്ക്ക് നീ ജനിച്ചിരുന്ന ഇനി ഈ ഷെഡിൽ നീ വരാൻ പാടില്ല. എന്തു പറ്റി ചേച്ചി? ചന്ദ്രു, ആയുധ പൂജ കഴിഞ്ഞു, പക്ഷെ കാശ് കിട്ടിയില്ല. ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. എന്റെ ലക്ഷ്മിയെ തൊട്ടു പോരുത്. ചന്ദ്രു, കൂടുതൽ സീനൊന്നും കാണിക്കണ്ട. പൈസ തന്നിട്ട് ഓട്ടോ എടുത്തു. എന്താ ചന്ദ്രു, ആ പെണ്ണിനെ കണ്ടോ? ഇത്രയും ഫീൽ ചെയ്തിരിക്കുന്നു. ഒന്ന് ചുമ്മാ ഇരിടാ, അവൻ അതൊന്നും ഓർത്തല്ലേ വിഷമിക്കുന്നേ. ആവശ്യമില്ലാത്ത ബാബോട്ടന്റെ അടുത്ത് വഴക്കുണ്ടാക്കി. പിന്നെ നീ എന്തിനെങ്ങനെ കൂത്തുന്നേ? എന്തുവാടേ, ലക്ഷ്മി തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ ആര് പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ? ഇങ്ങോട്ട് നോക്ക് ചന്ദ്രു, നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചോണ്ടിരിക്കരുത്. അതല്ലടാ, ലക്ഷ്മി എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ 15,000 രൂപ വേണം. അതിനെന്തെങ്കിലും ഐഡിയ പറ. എന്റെ തൊഴിൽ നീ പഠിക്കേ, 2 വർഷത്തിനുള്ളിൽ നിന്റെ പൈസ തിരിച്ചു കിട്ടും. അയ്യേ, സമ്പാദിക്കുന്ന മോന്തേ കണ്ടില്ലേ ചന്ദ്രു? കാശ് സമ്പാദിക്കുന്ന വലിയ കാര്യമാണോ? എൻ്റെ അടുത്ത് 1000 ഐഡിയകളുണ്ട്. വേണ്ട, ഇരിക്കേ. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്റെ ബിസിനസ് കുഴപ്പമില്ല ഏട്ടാ, മുടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നു. നമ്മുടെ ചന്ദ്രുവിന്റെ കാര്യം കഷ്ടം. ആ സേട്ട് അവന്റെ വണ്ടി പൊക്കിക്കൊണ്ട് പോയി. ഒരു മനസാക്ഷി ഇല്ലാത്തവനാ നമ്മുടെ ചന്ദ്രു, പാവം. എന്തോന്ന് മനസാക്ഷി ഇല്ലെന്ന്? സേട്ടു എന്താ അത്രയ്ക്ക് വെട്ടിയാണോ? നമ്മുടെ ജോലി നമ്മൾ മര്യാദയ്ക്ക് ചെയ്താ അയാൾ എന്തിനാ വണ്ടി എടുത്തോണ്ട് പോന്നേ? ദേ, സോപ്പ് തേച്ച് ഷേവ് ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ട് പോണം. എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. വാട സപ്ലൈ. ബാബേട്ടാ, പോയിട്ട് വരാം. ഐഡിയ നമ്പർ 1, ബ്ലാക്ക് ടിക്കറ്റ്. 50 100 50 100 50 100 50 100 50 100 50 100 50 100 100 100 50 50 എത്ര? രണ്ടെടുത്തു. 50 50 എടുക്ക് 100. നാച്ചോ 50 100 50 100 50 100 50 100 100 50 അവിടെ കെട്ടില്ല, ഇവിടുന്ന് വാങ്ങിച്ചോ. ഏരിയക്ക് പുതിയതാന്ന് തോന്നുന്നു. ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കാൻ ഞങ്ങളാ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരാടാ? ഇതിനൊക്കെ കോൺട്രാക്ട് ഉണ്ടോ? എടാ, ഇനി എങ്ങാനും കണ്ട ആസിഡ് എടുത്തൊഴിക്കും. എടാ, ഇവിടെ ബ്ലാക്കിൽ വിൽക്കാം. ഇവിടെ കൗണ്ടറിൽ തന്നെ ബ്ലാക്കിന്റെ റേറ്റാ. ഇവിടെ എന്താടാ ഐഡിയ? ഐഡിയ നമ്പർ 508, ചീരയുടെ കെട്ട് വോളമി. എടാ സായിപ്പേ, യു ലൈക്ക് ഇന്ത്യ? സൺ ഓഫ് മസാല സിഗരറ്റ്. ഇവൻ വിദേശത്തു നിന്നുള്ള പിച്ചക്കാരനാ. നീ നല്ല രാശിയുള്ളവനാടാ. ഹലോ ജോഷി മോച്ചി. Yeah, sure.
അന്ന് എന്നെ പറഞ്ഞതല്ലേ നിന്നെ കൊണ്ട് വേറെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ലെന്ന്. അയ്യേ നിനക്കാരടാ സപ്ലൈന്ന് പേരിട്ടത് മണ്ടൻ. ഐഡിയ നമ്പർ 856. ചന്ദ്രു, നിനക്ക് കാർ ഓടിക്കറിയോ? ആ അതും ഓട്ടോ പോലെ തന്നെയല്ലേ. ഒരു സീറ്റ് നമ്മുടെ വണ്ടി എടുത്തു, ഇപ്പൊ നമ്മളൊരു സീറ്റിന്റെ വണ്ടി എടുക്കാം. എടാ ലക്ഷ്മിയുടെ അതേ കളറിലാടാ. ഒരു നല്ല ഐഡിയ എങ്കിലും തന്നോ നീ? ഒന്നിനും കൊള്ളത്തില്ല. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, നിനക്ക് രാശിയില്ലടാ. നീ എവിടെ കാല് വെച്ചാൽ അവിടെ പോക്ക. ഡാ ചെക്ക, നിന്റെ ചേച്ചി എവിടാടാ? കടയിൽ സാധനം വാങ്ങിക്കാൻ പോയിരിക്കാ. ആ ചെല്ല് ചെല്ല്. എന്താ റാണി, കണ്ടിട്ട് കൊറേ കാലായല്ലോ. എന്താ ഇന്ന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയുള്ള സമയത്തല്ലേ എന്നെ അന്വേഷിക്കുന്നേ? അതൊരു ബിരിയാണി കടയിലെ സാധാരണ പെണ്ണല്ലേ. ഞാൻ നിന്നെ കൊണ്ടുപോവാം. 100% അഗ്മാർക്ക് സാധനം. ദ ഇന്ത്യൻ കൾച്ചറൽ ഡാൻസ്. പെൺമീകൾ പൂക്കും നേരം, പെൺപൂക്കൾ പൂക്കും തീരം, സ്വപ്നത്തിൻ തീരായാമം തേടുന്നു താനേ നിന്നെ. പാൽപ്പുഴയിലെ പുലരിയോ, വാർക്കുഴലിലെ സ്വരങ്ങളോ, തീക്കനലിനും കുളിരുമോ, അവൻ പ്രണയത്തിൽ പല്ലവിയോ, ഒരു തേൻ കണം എൻ പാട്ടിൻ ഉള്ളിൽ നീയായി പെയ്തിടും. വന്ന കിളികളെ എൻ മോഹത്തൂവൽ നൽകാൻ പോരുമോ, അവനിന്നിൽ എന്നും സംഗീതം, അവനിന്നിൽ അലിയുമോ, എന്നെ മിഴിയാൽ കവരുമോ, നിഴക്കൂട്ടായി നിറയുമോ, പത്ത് വിരലാൽ തഴുകുമോ. പാൽപ്പുഴയിലെ പുലരിയോ, വാർക്കുഴലിലെ സ്വരങ്ങളോ, തീക്കനലിനും കുളിരുമോ, അവൻ പ്രണയത്തിൻ പല്ലവിയോ. സർവം നീ എന്നുള്ളം തുടിക്കവേ, ഗന്ധർവൻ നീ എന്നെ മയക്കവേ, വായിൽ കുരുങ്ങും മനസ്സിൻ കുറുമ്പുകൾ, കരളിൻ കയ്യിൽ മിന്നും കവിത നിനക്കിതാ. നീയാ കടലിൻ താരാട്ട്, നിന്നെ തേടുന്ന മിഴത്തേരോട്ടം, ഓടും തുഴഞ്ഞുലയും ഓടും പോലിനുള്ളം. പെൺമീകൾ പൂക്കും നേരം, പെൺപൂക്കൾ പൂക്കും തീരം, സ്വപ്നത്തിൻ തീരായാമം തേടുന്നു താനേ നിന്നെ. കണ്ണേ കണ്ണേ കണ്ണായി വന്നുണര്, കാണാ സ്വർഗം വാതിൽ നീ തുറക്ക. നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും സൂചി കുത്തി വെക്കുമായിരുന്നു.
പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഗുളികയെ കഴിക്കത്തുള്ളൂ. സൂചി കുത്തിയ വേദന എടുക്കുമല്ലോ. അങ്ങനെ തന്നെ നാട്ടില് ചിലര് എല്ലാവരെയും ഉപദേശിക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ തോന്നിയതുപോലെ. വേണ്ടാതെ വരുന്നുണ്ടോ? ഞാൻ തന്നെ ഒന്ന് നടന്നിരുന്ന് ടെൻഷനിൽ വരുമ്പോഴാ അവന്റെ ഒരു എന്നാ ആ മതി ചേച്ചി, വിഴുങ്ങിക്കോ. ഇനി എത്ര ദിവസമാണ് ഓസി കഴിക്കാൻ പോകുന്ന അറിയില്ല. ആ കളിയാക്കല്ലേ, ഞാനും എല്ലാ സ്ഥലത്തും ട്രൈ ചെയ്യുന്നില്ലേ. എന്നോട് കഥ പറയാൻ നിൽക്കണ്ട. കയ്യിൽ കാശ് വന്നോ നീ? ഞാൻ പറയുന്നത് കേക്ക്. അയ്യരുടെ വീട്ടിലെ ഓട്ടോ ഡ്രൈവർ നാട്ടിൽ പോയിരിക്കുക. 10 ദിവസം ഓട്ടോ ഓടിക്കാൻ ആള് വേണോ? അയ്യേ, പ്രൈവറ്റ് ഓട്ടോയോ? ഫീൽഡിൽ എന്റെ പേര് ചീത്തയാവുന്നേ. നിന്റെ പേര് പറഞ്ഞ ഒരു ചായ വാങ്ങിക്കാൻ പറ്റുവാടാ? വലിയൊരു അഭിമാനി വന്നിരിക്കുന്നു. ഒരു ദിവസം 250 രൂപ ശമ്പളമാണോ അത്രേ? ഒരു ദിവസം 250 രൂപ ശമ്പളം. രാവിലെ 9 മണി മുതൽ 2 മണി വരെ ഉണ്ടാവണം. രാവിലെ വന്ന ഉടനെ വണ്ടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. വരാൻ വൈകരുത്. ഫോണൊന്നും പറഞ്ഞ് ധൃതി വെക്കരുത്. ചായ കാപ്പിയോ കുടിക്കാൻ പുറത്തു പോകരുത്. വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ബീഡി സിഗരറ്റും വലിക്കരുത്. നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറരുത്. പിന്നെ ഇതുപോലെ നിറമുള്ള ഷർട്ടുകളൊന്നും ഇടരുത്. പ്രധാനപ്പെട്ട കാര്യം, 25 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല. പതുക്കെ പോടാ. ഞാൻ പറയുന്ന കേട്ടില്ലേ? എന്താടാ ഇത്ര വേഗത്തിൽ ഓടിക്കുന്നേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ വേഗത്തിൽ ഓടിക്കരുതെന്ന്? ഒന്ന് പതുക്കെ പോടാ. എത്ര പ്രാവശ്യം നീ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കും? എന്താടാ നീ പൊട്ടനാണോ? നിനക്ക് ചെവി കേക്കില്ലേ? ഒന്ന് പതുക്കെ പോടാ. നിനക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? തോന്നിവാസി. എന്തുവാടേ ഡെഡ് ബോഡി കൊണ്ടാണ് പോകുന്നത്? സൈഡിൽ കൂടെ പോ. ചേട്ടാ, അയാള് നമ്മളെ ചീത്ത വിളിക്കാണ് കേട്ടോ. ഒന്ന് മിണ്ടാതിരിക്കടി, നാശം. എടാ ചന്ദ്രു, എന്താടാ നിന്റെ അവസ്ഥ ഇങ്ങനെയായേ? പ്രൈവറ്റ് ഓട്ടോ ഓടിക്കുന്ന സ്ഥിതിയിൽ എത്തിയല്ലോ നീ. ഇതിനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന്. എന്ത് ചെയ്യാനാ, കലികാലം അല്ലേ. എന്താടാ ആ തരമണി സേട്ടനെ കണ്ടോടാ? നാട്ടിലുള്ള സ്റ്റാൻഡ് മുഴുവനും കയറി ഇറങ്ങി. എന്നിട്ടും അവനവിടെയെങ്കിലും കണ്ടില്ല. നിങ്ങൾ തന്നെ പറ, ഞങ്ങൾ ഇനി എവിടെ പോയി തപ്പാനാ? ഇവനാണെങ്കിൽ ഒരു തീറ്റി പണ്ടാരാ. ഏത് ആട്ടോ കണ്ടാലും അതിന്റെ അടുത്ത് എന്നിട്ട് തല കുലുക്കുക, എന്നിട്ട് കൈ മലർത്തി ഇല്ലെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറ. എന്തടാ മോനെ ഇങ്ങനെ ചെയ്യുന്നേ? അതായത് ചേട്ടാ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്നത് അവരാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ? പക്ഷെ അടുത്ത് വന്ന അവരായിരിക്കില്ലല്ലോ. ഡയലോഗ് ഒക്കെ മര്യാദയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ വിടാനുള്ള അങ്ങ് വിട്ടേക്ക്. ഭാസ്കര, നാളെ രാത്രി പുറപ്പെട്ട് ഞാൻ അവിടെ എത്തുക. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? എത്ര ദിവസമായി നിന്നോട് പറഞ്ഞിട്ട്? നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ ആ ബാബുവിനോട് പറഞ്ഞേക്കാം. എന്താ നായരേട്ടാ ഇങ്ങനെ പറയുന്നേ? നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ? സിറ്റി മുഴുവനും വലയിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ പിടിച്ചിരിക്കില്ലേ? പാചകം അടിക്കാനൊക്കെ കൊള്ളാം, കാര്യം നടത്താൻ കൊള്ളില്ല. പോയിക്കോ, പോയി നല്ലോണം അന്വേഷിക്ക്. പോയിക്കോടാ. ചേച്ചി, എന്താ പാത്രത്തിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നേ? ബിരിയാണി തീർന്നു പോയോ? ചേച്ചി കഴിച്ചോ? സാരമില്ലടാ, നീ കഴിക്കേ. ചേച്ചി, എനിക്കൊരു കാര്യം പറയണം. മനസ്സ് സമ്മതിക്കുന്നില്ല ചേച്ചി. എന്താടാ? ഈ മഹാറാണി പോലത്തെ പെണ്ണിനെ അവന് വേണ്ടിയല്ലേ നിശ്ചയിച്ചിരിക്കുന്നത്? അവളെ ഞാൻ വേറൊരു ഓട്ടോക്കാരൻ പയ്യനോടൊപ്പം ബീച്ചിൽ ചുറ്റിക്കറങ്ങുന്നത് കണ്ടു ചേച്ചി. അനുസരണ നാട് മൊത്തം നിറങ്ങണം. അത് സാധാരണ പോലെ അല്ല കണ്ട ചേച്ചി. നീ എന്താ ചെയ്തിട്ട് വന്നേന്നറിയോ? പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. വളരെ വൃത്തിയായിട്ട് രീതിയിലാണ് കണ്ട ചേച്ചി. എന്താ ഈ ചെയ്യുന്നേ? നീ എന്ത് ചെയ്യായിരുന്നടി? പെണ്ണിന് പകരം ഒരു താന്തോന്നിയാ വളർത്തിയത്. പോയി ആകെ നാണക്കേടായി. അതാരാന്ന് പറ. അവൻ ആരായാലും കല്യാണം നടത്തി തന്നേക്കാം. ചോദിച്ച കേട്ടില്ലേ? പറ മോളെ, ഞാൻ അവന് ഒന്നും ചെയ്യില്ല. എന്തോ ഇത്? എന്ത് ധൈര്യം അവക്ക്? മിണ്ടാ നിൽക്കുന്നാണ്ടില്ലേ? റാണി, അകത്തോട്ട് പോ.
നീ എങ്ങനെയാ ബാബു ഇതൊക്കെ സഹിക്കുന്നേ? നിനക്കല്ലേ അവളെ കെട്ടിച്ചേരായിരുന്നത്. നിന്റെ മുഖത്ത് നോക്കാൻ തന്നെ ലജ്ജ വന്നുക. വിട്ടേക്ക് മാമ, എല്ലാം ശരിയാവും. ഞാൻ സംസാരിക്കാം. ചന്ദ്രന്റെ അടുത്ത് ഞാൻ സംസാരിക്കട്ടെ? അമ്മാവന് ചന്ദ്രനെ അറിയോ? എനിക്കറിയാവുന്ന പയ്യനാ, പക്ഷേ ഇപ്പൊ ഞങ്ങൾ മിണ്ടില്ല. വേണമെങ്കിൽ സംസാരിക്കാം. എന്താ പ്രശ്നം? ഞാൻ കാരണമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ അതും ഒരു കാരണമാണ്. എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണത്തിന് മാത്രം സമ്മതിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അതോ ഇനി എന്നെ ഇഷ്ടമല്ലേ എന്തോ? എടാ ബാബു, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. ഹലോ, നിങ്ങളല്ലേ ഭാസ്കർ? നായരേട്ടാ, കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ ജയിച്ചിരിക്കുവല്ലേ. ഓട്ടോ എവിടെ? ആ, പിടിക്കാൻ ചേട്ടാ. അതല്ലേ ചോദിച്ചാ എവിടുന്ന്? ഛേ, റേസ് നടന്നോണ്ടിരിക്കല്ലേ, എല്ലാ ഓട്ടോ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പിടിക്കാന്നേ. നമ്മുടെ പിള്ളേര് വല വീശി തേടിക്കൊണ്ടിരിക്കുക. അവരെ പിടിച്ചിരിക്കുന്നവരേട്ടോ. ശരി, നീ ആരെ പറ്റിയാ പറയുന്നേ? നമ്മുടെ പിള്ളേര് കണ്ണനും മൊണ്ണനും അവര് പിടിച്ചോണ്ടേ വരുള്ളൂ. ഓ, അവനൊരു ഗുണവും മണവും ഇല്ലാത്തവനാ. അവന്റെ അടുത്താണ് ഈ ജോലി കൊടുത്തത്. ഇത് ശരിയാവില്ല, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ആ, പിടിക്കുന്നവരേട്ടാ. വിശ്വസിച്ച് എന്നെ വേണം തല്ല. ഒരു കാര്യം ബാബു, കാശെടുക്ക് കാശെടുക്ക്, കടയടയ്ക്കാൻ സമയമായി. വാ, എടുക്ക് കാശ്. പ്രഭാകര, എന്റെ അടുത്ത് ഇപ്പൊ പൈസയൊന്നുമില്ല. ഒരു റേസ് കൂടെ വെച്ചാലോ? അയ്യോ, നിങ്ങളടുത്ത് റേസ് ചെയ്ത് എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, നീ നല്ല മെക്കാനിക്കാടാ. എന്നാൽ ആ ചന്ദ്രു ഇല്ലെങ്കിൽ നീ വെറും വേസ്റ്റാടാ. നീ എന്താ പറഞ്ഞു വരുന്നേ? നീ എനിക്ക് 30,000 രൂപ തരണം. സേട്ടിന്റെ കടയിൽ ഷെഡ് പണയം വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തോളാടാ. കാശ് തന്നിട്ട് നീ ഷെഡ് തിരിച്ചെടുത്തോ, ശരിയല്ലടാ? എന്തോന്നാ പ്രൈവറ്റ് ഓടാണോ? എന്തൊക്കെ സീനാ നീ കാണിച്ച്? ഇങ്ങനെ ഓടിക്കും, അങ്ങനെ ഓടിക്കും, ഇങ്ങനെ പൊക്കി കാണിക്കുന്നൊക്കെ വല്ല ന്യായമൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോ 5000 ഉന്തുവണ്ടി തള്ളിക്കൊണ്ടാണല്ലോ നീ നടക്കുന്നേ. എന്താണ് എന്താ ചെയ്യുന്നേ? ആരാ ഇവൻ? നിന്നെ ഞാൻ എടുത്തോളാം. പോയിരിക്കടി. പതുക്കെ 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 പോടാ, പതുക്കെ തിരിക്ക്. അങ്ങനെയല്ല, പതുക്കെ. പേടിയാവുന്നല്ലോ എന്റെ വണ്ടി കയറിയപ്പോ. ഒന്ന് പതുക്കെ പോ, പതുക്കെ പോവാൻ. നേരെ പോ, നേരെ. ആ, ഇവനെന്താ ഇതിലെ? അയ്യോ പതുക്ക, അയ്യോ പതുക്കെ പോ, പതുക്കെ പോവാൻ. അയ്യോ പതുക്കെ പോടാ. അയ്യോ ഈ തൃശങ്ക് സ്വർഗത്തിലാക്കിയ ഞങ്ങൾ എങ്ങനെ പോവാനാടാ? ഓടിച്ചോണ്ട് പൊക്കോളൂ. പതുക്കെ പോണേ. ആരാടാ നീ? എഴുന്നേക്ക്, എഴുന്നേക്ക്. നമസ്കാരമുണ്ട് സാർ. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എസ് ഐ സാറ്, ഈ കൈ നീട്ടുന്ന പരിപാടി നിർത്താൻ നല്ലൊരു ലേഹ്യമുണ്ട്, അറിയോ? ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം. കളിയാക്കണോടാ? അല്ലാതെ പിന്നെ, പിച്ചക്കാരന്റെ പാത്രത്തിൽ വരെ കൈയിട്ട് എടുക്കാൻ തുടങ്ങി നിങ്ങൾ. ഞങ്ങൾ തന്നെ ഓട്ടോ ഓടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കൈയിട്ട് എങ്ങനെയാ? മര്യാദയ്ക്ക് സംസാരിക്കണം. ദേ സാറേ, നിങ്ങൾക്ക് കാശ് വേണോ അതോ മര്യാദ വേണോ? ചന്ദ്രു, അന്നെ കളിയാക്കിയ നീയല്ലേടാ?
പോലീസുകാരൻ്റെ അടുത്ത് തമാശ സാർ കാണിക്കുന്നു. ആ അഹങ്കാരി ചന്ദ്രു ഇന്റർവെല്ലിന് മുമ്പ് ചത്തുപോയി സാറേ. നിനക്ക് എന്താ വേണ്ടേ? സാർ നിങ്ങളുടെ ഓട്ടോ വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. നിനക്ക് വണ്ടി തരില്ല, പോ. സാർ 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 ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, കുറച്ചൊന്നും മനസ്സ് വെച്ചാൽ നടക്കും. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും സാർ. വല്ലാത്ത കഷ്ടമായല്ലോ. ശരി, ഡെയിലി വാടക 200 രൂപ. ഓ ശരി സാർ. വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും വാടക കൃത്യമായിട്ടും കിട്ടണം. ആ വണ്ടി വൃത്തിയായി സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാർക്കോ സ്കൂളിലെ ഓട്ടോ ഒന്നും പോകാൻ പാടില്ല. ഒറിജിനൽ ലൈസൻസ് എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോ. ആ താങ്ക്സ് സാർ. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഡാ ചന്ദ്രു ഫീൽഡിലേക്ക് തിരിച്ചു വന്നല്ലോ. ഇതിനൊരു അന്തസ്സുണ്ട്. ആ അത് വിട്, സിറ്റിയിൽ നൈറ്റ് റേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ? അങ്ങനെ വഴിക്ക് വാ. മൂന്ന് ഇഡലി. 4 ഇഡ്ഡലി. ഒരു ദോശ. ഒരു മുട്ട ദോശ. റേസ് വിട്ടാലോ? ₹1000. ഇല്ല. 2000. എവിടെ? ഇവിടെ തന്നെ. എപ്പോ? ഇപ്പോ. ഛേ. ആ വീട്ടിലുണ്ടായിരുന്നവര് ഓരോ ആരോടും പറയാതെ ഇവിടുന്ന് താമസം മാറിപ്പോയി. ഓ
അവന്റെ മോന്തണ്ടില്ലേ കള്ള ലക്ഷണമാ. അക്യൂസിനെ പോലെയുണ്ട്. ശുദ്ധ തെമ്മാടി. അന്ന് എനിക്ക് അറിയായിരുന്നു വേറെ ഏതെങ്കിലും വണ്ടിയായിരുന്നെങ്കിൽ കാശ് കറക്കായിരുന്നു. പോലീസുകാരന്റെ വണ്ടിയിൽ ഇടിച്ചത് എന്തെങ്കിലും കിട്ടുമോ? പൊന്ന റാസ്കൽ. വണ്ടി ചോദിച്ചു വന്നപ്പോ എന്ത് എളിമയായിരുന്നു. വണ്ടി കിട്ടിയപ്പോ അഹങ്കാരവും. എന്ത് ഷർട്ടാണ് ഇത്? സ്റ്റൈലാ? ഓ വണ്ടിയെല്ലാം ഇടിച്ചു. നിന്റെ അച്ഛൻ തരുമോ കാശ്? ഇൻഷുറൻസ് ഉണ്ടല്ലോ സാർ. മതിയാക്കണം. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ നിയമം പഠിപ്പിക്കണം. തല്ലല്ലോ സാറേ, അറിയാതെ ചെയ്തതാ. കൊച്ചു പയ്യന സാറേ, വല്ലതായി പോയാല്. കൊച്ചു പയ്യനല്ലേ? കൊച്ചു പയ്യൻ. കൊച്ചു പയ്യനാണ്. നീയാണോ കൊച്ചു പയ്യൻ? പിടിക്കത്തില്ല. ചേച്ചി വീട്ടിൽ പോവാൻ നോക്ക്. ആ പോവാൻ പറഞ്ഞല്ലോ, പിന്നെ ചെല്ല്. ഒന്നും മിണ്ടാതിരിക്കണോ സാറേ? പണമല്ലേ വേണ്ടത്? ഞാൻ കടമെങ്കിലും സാറിന് മേടിച്ചു തന്നേക്കാം. അവനെ വിട്ടേക്ക് സാറേ. കാശ് തരാൻ നീ ഇവിടുത്തെ മഹാറാണിയോ? ആദ്യം നീ ഇവിടുന്ന് പോ. നീ പറഞ്ഞാലും ഞാൻ ഇവനെ വിടില്ല. ഈശ്വര, ഇനി എന്താ ചെയ്യാ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നീ ഓട്ടോ ഓടിക്കില്ല. എന്താ, എന്ത് പറ്റി? എന്താന്ന് പറ. ചേട്ടാ, ചന്ദ്രനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് രക്ഷപ്പെടുത്തണം. ഒന്ന് ക്ഷമയോട് പറ. പോലീസുകാർ പിടിക്കുന്ന രീതിയിൽ എന്താ ചെയ്തത്? എന്താന്നറിയില്ല. പോലീസുകാർ അവനെ പിടിച്ച് സ്റ്റേഷനിൽ വെച്ചിരിക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല. അവനെ ഇടിച്ച് ചതച്ച് കാണും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവനെന്താ കൊലപാതകം ചെയ്തു? എനിക്കറിയില്ലല്ലോ. ചേട്ടാ, ഒന്ന് വേഗം വാ. നിങ്ങൾ അവന്റെ ഫ്രണ്ട് അല്ലേ? ശരി, നീ പൊയ്ക്കോ. ചന്ദ്രനെ ഞാൻ കൊണ്ടുവന്നോളാം. പറഞ്ഞില്ലേ, പൊയ്ക്കോ. നമസ്കാരം. വാ ബാബു. എന്താ ഈ വഴിക്ക്? അതില്ല, ചന്ദ്രു എൻ്റെ ഫ്രണ്ടാ. ഓ, എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ഫ്രണ്ടാണെങ്കിൽ എന്തുവേണമെങ്കിലും ചെയ്യാം. അവൻ എന്താ ചെയ്തതെന്ന് അറിയോ നിനക്ക്? സാർ, തെറ്റാണ്, വലിയ തെറ്റാണ്. പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റൂ? അകത്തിടൂടോ. ലൈസൻസ് ഇല്ല, യൂണിഫോം ഇല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുക, മൊത്തം കേസ് അവന്റെ തലയിലിട്ട് അവൻ അകത്ത് തന്നെ ഇടും. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുത് സാർ. സാറൊന്നും മനസ്സ് വെച്ചാ എന്റെ വണ്ടിക്ക് ആരാ സമാനം പറയാ? ഞാൻ ശരിയാക്കാം സാർ. നമ്മുടെ ഷെഡ്ഡി റെഡിയാക്കിയ വണ്ടിയല്ലേ അത്? നയാ പൈസ തരില്ല. ഓക്കെ സാർ. അവന്റെ ലൈസൻസും തരില്ല. സാരമില്ല സാർ. ഡോ, ഇറക്കി വിടോ. വളരെ നന്ദിയുണ്ട് സാർ. വണ്ടി ഞാൻ പിള്ളേരെ വെച്ച് രാവിലെ എടുത്തോളാം. ശരി സാർ. താങ്ക്സ് സാർ. ബാബുവേട്ടാ, ഇതുവരെ ഷെഡ് എന്താ തുറക്കാത്തത്? എൻ്റെ യൂണിഫോം അകത്ത് കിടപ്പുണ്ടായിരുന്നു, അതെടുത്തോട്ടെ. അത് ഓണറിൻ്റെ അടുത്താ ചോദിക്കണ്ടേ? ഓണറോ? എന്തു പറ്റി? ആ 15,000 രൂപയുടെ റേസ് നടന്നില്ലേ, അന്ന് നീ തുടങ്ങി വെച്ചതാ. ഇന്ന് വരെ തോറ്റുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നും അറിയില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഇനിയിപ്പോ പഠിച്ച് കളക്ടർ ആവാൻ പറ്റുമോ? ദേ നോക്ക് ബാബുവേട്ടാ,
മീനിന് നീന്താൻ അറിയാം, പക്ഷിക്ക് പറക്കാനും അറിയാം. നിങ്ങൾക്ക് മെക്കാനിക്ക് ജോലിയും എനിക്ക് റേസ് ചെയ്യാനും അറിയാം. നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ച് മറ്റൊരു റേസ് കൂടെ വെക്കാനാണോ പറയുന്നത്? ഇത് ചൂത് കളി പോലെയാ. റേസിൽ വിട്ടത് റേസിൽ തന്നെ പിടിക്കണം. ഓ, നിങ്ങളുടെ ചീത്ത ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടല്ലേ? ഇത് കളയാൻ പറ്റില്ലല്ലോ. ഇത് കൊള്ളാമല്ലോ. റോമിയും ജൂലിയറ്റും കൂടെ ഒരുമിച്ചാണല്ലോ വരവ്. എന്താ കാര്യം? ഓട്ടോയ്ക്ക് വല്ല സർവീസും ചെയ്യണോ? അതൊന്നുമല്ല, ഒരു റേസ് വെച്ചാലോ? എടാ ഇങ്ങോട്ട് നോക്കിയേ, ചന്ദ്രു വന്നുള്ള ഉടൻ തന്നെ റേസിന്റെ കാര്യം. എന്ത് റേസ്? വെള്ളത്തിലോ? ഇഞ്ഞോ നോക്ക്, പറയുന്ന കേൾക്ക്. ബാബു, ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ സ്വത്തെല്ലാം ചന്ദ്രുവിന്റെ സഹായത്തോടെ ഞാൻ അടിച്ചു മാറ്റി. നിനക്ക് നിശ്ചയിച്ച പെണ്ണിനെ ചന്ദ്രു അടിച്ചു മാറ്റി. ഇനി നിന്റെ അടുത്ത് സ്വന്തമായിട്ടുള്ളത് നിന്റെ മുടി മാത്രമേ ഉള്ളൂ. അത് നീ തന്നെ അങ്ങ് വെച്ചോടാ. ഹാ, ഇത്രയും കാലം ജയിച്ച റേസൊക്കെ കള. ഈ പ്രാവശ്യം നീ ജയിച്ച് കാണിക്കേ, ഞാൻ സമ്മതിച്ചു തരാം. ഇത്രയും നാളെ തോറ്റത് പറ്റില്ലെന്ന്, ഇനിയും തോക്കണമെന്ന്. പറ്റില്ല, പൊക്കോടാ. അവന്റെ ഒരു റേസ്. നമ്മുടെ സിൽക്ക് സ്മിത മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അതാ ചേട്ടാ ചീറ്റ. ആ ബാബുവിന്റെ 130 വരെ പോവും. ഈ ചീറ്റ് ഇതുവരെ നമ്മുടെ കയ്യിൽ കുടുങ്ങിയില്ലല്ലോ. പോടാ, പോയി അവന്മാരെ വിളിച്ചോണ്ട് വാ. പോടാ. അല്ല, വിളിച്ചായിരുന്നു? അതെ അതെ. റേസ് എപ്പോഴാ വെക്കണ്ടേ? പന്തയത്തിന് എന്താ വെക്കുന്നത്? എന്തോന്ന് പന്തയം? ചീറ്റ തന്നെ. നിങ്ങളുടെ അടുത്ത് പന്തയം വെക്കാൻ വേറെ എന്താടാ ഉള്ളത്? എടാ ഗോപ്പേ, നീ തോറ്റാൽ എന്ത് തരും? ആദ്യം അത് പറ. ചീറ്റയ്ക്ക് മീശ മുളച്ച ചീറ്റപ്പനാവൂടാ. അതിപ്പോ വല്യപ്പനും ആവാം. മര്യാദക്ക് ചോദിച്ചതിന് ഉത്തരം പറടാ. വേറെന്താ? ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ ഓട്ടോ തന്നെ വെച്ച് കളയാം. ചീറ്റയ്ക്ക് സമമായിട്ട് വെക്കണമെങ്കിലേ റോക്കറ്റ് വെക്കേണ്ടി വരും. അതിന്റെ പവർ അറിയാലോ. 130 ടോപ്പ് സ്പീഡ്. അതിന്റെ മഹത്വം ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ നേരിട്ട് കണ്ടവർ 4 പേരേ ഉള്ളൂ. അത്ര സ്പീഡിലാ പോകുന്നത്. ശരിടാ, പന്തയം എന്താണെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കേ. ബാബുവേട്ടന്റെ ഷെഡ് 30,000 രൂപ കാശ്. ചേട്ടാ, ഇത് വളരെ കൂടുതൽ. ഇതിൽ എന്തോ കളിയുണ്ട്. ഇത് കുറച്ച് കൂടുതലല്ലേ? എടുക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പാടില്ല. മൊത്തത്തിൽ അടിച്ചിങ്ങ് മാറ്റിയേക്കണം. വില്ലന്മാരെ പോലെ ആലോചിക്കുക. അല്ല ഏട്ടാ, അവൻ വളരെ അടിപൊളിയായിട്ട് ഓടിക്കുന്നേ. ചീറ്റയാണ് 130 പോകുന്നത്. എന്റെ തന്ത്രം നീ കണ്ടോടാ. ശരി, സമ്മതിച്ചു. റേസ് എപ്പോഴാ വയ്ക്കുന്നേ? അടുത്ത മാസം 4-ാം തീയതി. ബാബു, ആൾ ദ ബെസ്റ്റ് ബാബു. ശരി, ഏത് വണ്ടിയാ ഓടിക്കാൻ പോകുന്നേ? ചീറ്റ തന്നെ. നിങ്ങളത് ഓടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിച്ചു വെക്കണമെന്നോ? പന്തയം വെക്കുന്ന സാധനം ഓടിക്കാൻ പാടില്ല. അത് നിനക്ക് അറിയില്ലേ? എന്താടാ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ? വിട്ടുകള ബാബുവേട്ടാ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ. എൻ്റെ അടുത്ത് 12,000 രൂപയുണ്ട്. നിങ്ങളൊരു 3,000 രൂപ തന്നാലേ നമ്മുടെ ലക്ഷ്മിയെ സേട്ടുയുടെ അടുത്ത് നിന്ന് ഇറക്കാം. പിന്നെ നോക്കിക്കോ ഇവന്റെ സ്ഥിതി എന്താവുമെന്ന്. എന്ത് പറയുന്നു? 3 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹലോ ഹലോ ഹലോ, ഞങ്ങളുടെ ഓട്ടോ ഹിന്ദി പഠിച്ചത് മതി. വിളിച്ചോണ്ട് പോകാൻ വന്നതാ. അയ്യോ, അത് ആ ഭാസ്കർ എടുത്തോണ്ട് പോയല്ലോ. ആരോട് ചോദിച്ചിട്ടാ അയാൾക്ക് കൊടുത്തത്? എന്താ ചന്ദ്രു, എത്ര പ്രാവശ്യം നിനക്ക് എഴുത്തെഴുതുന്നേ? എന്നിട്ട് നീ വന്നില്ല. അതുകൊണ്ട് ഞാൻ ഓട്ടോ കൊടുത്തു. എനിക്കെന്താ, ആര് കാശ് തരുന്നു അവർക്ക് വണ്ടി കൊടുക്കും. നീ പലിശ അടച്ചില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി കൊടുത്തു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. നമ്മളവന്റെ മുണ്ടൂരാന്ന് വെച്ചപ്പോ അവൻ നമ്മുടെ അണ്ടർവെയർ ഉരുക്കൊണ്ട് പോയാളിയാ. എന്താടാ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും പിടി കിട്ടുന്നില്ല. റേസിന്ന് മാറിയാലോ? പേടിച്ചോടാൻ പറയണോ? ഇപ്പൊ നമുക്ക് റേസിനൊരു വണ്ടി ആവശ്യമാ. സപ്ലൈ,
നിന്റെ വണ്ടി എടുക്കട്ടെ? ബാബുടെ എടുത്തോ, പക്ഷെ എന്റെ വണ്ടിയുടെ കണ്ടീഷൻ അറിയാലോ. ആ ബെസ്റ്റ് മുജ്ജന്മ പുണ്യത്തിൽ അവന്റെ വണ്ടി ഓടുന്നു. അതെടുത്തോണ്ട് റേസിന് പോവാൻ അതൊന്നും ശരിയാത്തില്ല. നല്ലൊരു ഓട്ടോ വെച്ച് ആർക്ക് വേണമെങ്കിലും ജയിക്കാം. അതിന് നിന്റെ സഹായം വേണ്ട, എന്റെ സഹായം വേണ്ട. ഒരു മോശപ്പെട്ട വണ്ടി റേസ് വണ്ടിയാക്കി കാണിക്കാം. നിനക്ക് ഓടിച്ച് ജയിക്കാൻ പറ്റുമോ? നന്ദവനത്തിൽ ഒരാണ്ടി, അവൻ 4-5 മാസമായി ചുറ്റി. മതിയടാ നിന്റെ ഡാൻസ് ഒക്കെ നിർത്ത്. അടുത്ത ഷെഡിലേക്ക് പൊക്കോ. അവിടെ 2 അവന്മാര് കിടന്ന് ഓട്ടോയിലിട്ട് നല്ല പണി പണിഞ്ഞോണ്ടിരിക്കുക. അവിടെ പോയി നിന്റെ കൂത്ത് കാണിക്കടാ. നന്നാനെ നന്നാനെ നന്നാനെ. ആ, പോടാ. പുയലിനും മാവയ്ക്കും റേസ്, ഇതിൽ ജയിക്കുന്നവനാണ് എപ്പോഴും ബോസ്. നന്ദവനത്തിൽ ഒരു പാപ്പർ, അവൻ 4-6 മാസമായി നാമങ്ങൾ ചൊല്ലി. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ, ചിക്കാൻ ചികിചിക്കാൻ 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 ചിക്കാ. നന്ദവനത്തിൽ ഒരു പാപ്പർ. മുഴുവത്തിൽ ചുട്ടെങ്കിൽ ഇഡലി, അത് റൗണ്ടായി ചുട്ടെങ്കിൽ ലൂത്തപ്പം ദോശ. എല്ലാത്തിനും ഒരു തവി മാവ്, അതിൽ അത്യാഗ്രഹം വന്നാൽ മനസ്സാകെ നോവ്. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ, ചിക്കാൻ ചികിചിക്കാൻ ചികിചിക്കാൻ. ബാബുട്ടാ, നിങ്ങളുടെ മുറപ്പെണ്ണിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലടാ. വീട്ടുകാർ കെട്ടാൻ പറഞ്ഞു, ശരി ഇന്ന് ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് റാണിയെ കണ്ടാ കൊള്ളാന്നുണ്ട്. അവൾ എവിടെയാ? എന്നെ ഓർമ്മയുണ്ടോ? പട്ടണത്തിൽ പോയി ഒരു കൊച്ചു പയ്യന്റെ തോളത്ത് കൈയിട്ടോണ്ട് നടന്ന് ഓർക്കുന്നുണ്ടോ? ആ പയ്യനാണ് ഞാൻ. റാണി, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല. എനിക്ക് ഉത്തരവാദിത്വം വന്നെന്ന്. റാണി, ബിരിയാണിയിൽ എന്തോ കുറവുണ്ടല്ലോ. നീ കാരണം 3 മാസം ഗർഭിണിയാണ് ഞാൻ. എന്നെ കൈവിടരുത്. എന്നെ പറ്റിച്ചിട്ട് പോലെ പ്ലീസ് പ്ലീസ് റാണി പ്ലീസ്. ഇവനാണോ ആ ചെറുക്കൻ? ഇപ്പോഴാണോ എന്നെ വേണമെന്ന് തോന്നിയത്? ഇപ്പൊ വന്നത് നിന്റെ ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ടാ. എന്നെ കല്യാണം കഴിക്കോ? പുയലിനും മാവയ്ക്കും റേസ്, ഇതിൽ ജയിക്കുന്നവനാണ് എപ്പോഴും ബോസ്. നന്ദവനത്തിൽ ഒരു പാപ്പർ, അവൻ 4-6 മാസമായി നാമങ്ങൾ ചൊല്ലി. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ, ചിക്കാൻ ചികിചിക്കാൻ 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 ചിക്കാ. നന്ദവനത്തിൽ ഒരു പാപ്പർ. മുഴുവത്തിൽ ചുട്ടെങ്കിൽ ഇഡലി, അത് റൗണ്ടായി ചുട്ടെങ്കിൽ ലൂത്തപ്പം ദോശ. എല്ലാത്തിനും ഒരു തവി മാവ്, അതിൽ അത്യാഗ്രഹം വന്നാൽ മനസ്സാകെ നോവ്. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ, ചിക്കാൻ ചികിചിക്കാൻ ചികിചിക്കാൻ ചികിചിക്കാൻ. എന്തോന്നാടാ ഇത്? വണ്ടിയുണ്ട്, കാളെ കാണാനില്ല. റെഡി, സ്റ്റാർട്ട്. വേഗം 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 പോ. ആ അതെ അതെ വേഗം പോ 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 പോടാ. വേഗം 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 പോ. വേഗം.
പോടാ പോടാ ഇതിലെടുക്കണം. ഏയ് വേഗം എന്തോ പറ്റിയിട്ടുണ്ട് ബാബുവേട്ടാ. എന്താന്നറിയില്ല. ബാബുവേട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ. വേണ്ടാത്ത കാണിക്കില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എന്ന് അത് വിട്ടുകളാ. ഇപ്പൊ നോക്ക്. നല്ലപോലെ ആക്സിലേറ്റർ കൊടുക്ക്. വേഗം പോ. വേഗം പോടാ. വേഗം വേഗം പോടാ. സൈഡ് നോക്കി പോ. എടാ, സൂക്ഷിച്ച്. ഏയ് ഇങ്ങോട്ട് നോക്ക്. വീലിന്റെ നട്ട് ലൂസായിരിക്കുന്നു. സൂക്ഷിച്ച്. വേഗം പോടാ. പോ, വേഗം പോ. സോറി ചന്ദ്രു, എല്ലാത്തിനും കാരണം ഞാനാ. അല്ല ബാബുട്ടാ, ഞാനാ മര്യാദയ്ക്ക് ഓടിക്കാഞ്ഞത്. അവിടെ ജമ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതാണ് പറ്റിയത്. അങ്ങനെ ചെയ്തില്ലേ തോറ്റുപോയനി. ജമ്പ് ചെയ്തിട്ടും തോറ്റുപോയില്ലേ? വീട് ബാബുട്ടാ. വണ്ടിക്ക് പൗഡർ കിട്ടിട്ട് എടുത്തോണ്ട് വാടാ. ഏടാ ചന്ദ്രു, വന്നേടാ. നിന്റെ ഈ വൃത്തിയായിട്ട ഷർട്ടും കൂടെ കൊണ്ടുപോയിക്കോടാ. എന്നാ പിടിച്ചോ. ഞാൻ ഷെഡിലുണ്ടെന്ന് പറഞ്ഞ ഷർട്ട് ഇതാ, നല്ല രാശിയുള്ള ഷർട്ടാ. ഇത് ഇട്ടിരുന്നെങ്കിൽ ജയിച്ചേനെ. ഓ, നിന്റെ ഒരു ആത്മവിശ്വാസമേ. ഷർട്ടാന്നോടാ വണ്ടി ഓടിക്കുന്നത്. എടാ നിക്ക്. ഇത് സേട്ടിന്റെ അടുത്ത് കൊടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയ ഗുളിയാണെന്ന് പറഞ്ഞോണ്ടേ ഒരു ക്വാർട്ടറിനുള്ള വഴി ഒപ്പിക്കാവോ നോക്കാം. വാ.
ഒന്ന് അന്വേഷിക്കാനാ. ഇവനാ എല്ലാത്തിനും കാരണം. ആ ബാബുവിന് വല്ല ലോട്ടറി മേടിച്ചിട്ടുണ്ടോ? നമുക്ക് അവിടെ ഇവിടെ കൊണ്ട് നോക്കിയാലോ? റോഡിലെ പല്ലോ കൊട കൊട കൊടന് ജലമ് എല്ലാ